الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നോട്ടീസിൽ എത്ര സമയം പറഞ്ഞിരിക്കുന്നത്? 7:30. എത്ര വൈകി? 4 മിനിറ്റ് കേട്ടോ. സാധാരണ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അനുസരിച്ച് 7:30 എന്ന് പറഞ്ഞാൽ 8 മണിക്കാണ് തുടങ്ങുക. പക്ഷേ ഒരു പെരിന്തൽമണ്ണയുടെ അപ്പുറത്ത് നിന്നാണ് അങ്ങാടിപ്പുറത്തെ ആ കുരുക്കുകൾക്കിടയിൽ കുറച്ച് ബൈക്കൊക്കെ ഓട്ടി ഏതായാലും ഇവിടെ സമയത്ത് എത്തണമെന്ന് വിചാരിച്ച് 4 മിനിറ്റ് ആണ് വൈകിയത്. അല്ലാഹുവേ അനുഗ്രഹിക്കണേ. അപ്പോൾ നമ്മുടെ പഴയ പരപ്പനങ്ങാടി കടപ്പുറത്തും ചെട്ടിപ്പടിയും പാലത്തിങ്ങലും പുത്തരിക്കലും അവിടെയും ഇവിടെയുമൊക്കെ പരിപാടികൾ സംഘടിപ്പിച്ച ആളുകളെയൊക്കെ ഇപ്പോഴും കുറേ ഇവിടെ കാണാനുണ്ട്. അൽഹംദുലില്ലാ. ഇപ്പോഴും ആവേശത്തോടെ ഉന്മേഷത്തോടെ ഈ പരിപാടി കാത്തിരിക്കുന്നു നിങ്ങൾ. നമ്മുടെ മക്കളും പേരമക്കളും മരുമക്കളും ഒക്കെ ഇവിടെ എല്ലാവരും ഉണ്ട് എന്ന് വിചാരിക്കണം. പുറത്തു പോയിട്ടില്ലാത്ത എല്ലാവരെയും നിങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. എൻ്റെ മെസ്സേജ് കിട്ടിയ ആൾക്കാരൊക്കെ ഒന്ന് കൈയൊന്നിച്ചാണ്, ഒന്ന് ശരിക്ക് കൈയൊന്നിച്ച്. ഓക്കെ. അപ്പോൾ ബാക്കി ആൾക്കാർക്ക് നമ്പറൊന്നും എൻ്റെ കയ്യിലില്ല എന്ന് മനസ്സിലാകുന്നുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ നമുക്ക് സംഘടിപ്പിക്കണം. ഏതായാലും നമുക്ക് ചൂടുള്ള നല്ലൊരു പ്രസംഗം കേട്ടിരിക്കുകയാണ് നിങ്ങൾ. ഇപ്പോൾ ഇനി നമുക്ക് ലേശം തണുത്ത സംസാരമാക്കാം. ഉറക്കം വരുമോ? ഇല്ല. അപ്പോൾ നോക്കാം. നമുക്ക് വളരെയേറെ സന്തോഷമുള്ള ഒരു കാലഘട്ടമാണ് ഇത്. എന്താ സന്തോഷം? നമ്മുടെ രാജ്യങ്ങളിലെ ആളുകളൊക്കെ പറയും ഇങ്ങനെ താടിക്ക് കൈ കൊടുത്ത് എന്താ ചെയ്യുക, അവിടെ അങ്ങനെ ഇവിടെ അങ്ങനെ അതിങ്ങനെ ഇതിങ്ങനെ എന്നൊക്കെ പറയും ഇല്ലേ? അപ്പോൾ എന്താ പിന്നെ സന്തോഷം? നമുക്ക് യുദ്ധം ഇല്ല. ബദറിൽ പങ്കെടുക്കാൻ, ഉഹദിൽ പങ്കെടുക്കാൻ, 177 പോരാട്ടങ്ങളിൽ പങ്കെടുക്കാൻ ദാഹിച്ച് കൊതിച്ച ആളുകളും പ്രാർത്ഥിച്ചവരുമാണ് മുൻഗാമികൾ. അവർക്കതിന് അവസരം കിട്ടി. പല ആൾക്കാർക്കും കിട്ടാതെയും പോയി. നമുക്ക് അത്തരമൊരു യുദ്ധം ഇല്ല ഇന്ന്. നാളത്തെ കാര്യമൊന്നും പറയാൻ കഴിയില്ല. തല്ലിയവനെ തല്ലാനോ കൊല്ലവനെ കൊല്ലാനോ നമുക്ക് അവകാശമില്ല. അല്ലെങ്കിൽ പണമായി പണ്ടമായി പറമ്പായി അറയായി വിസയായി ജോലി വാഗ്ദാനമായി സ്ത്രീധനം കൊടുത്ത ആൾക്കാരൊന്നും കൈ ഉണ്ടാവില്ലല്ലോ. വാങ്ങിയ ആൾക്കാരെയും കൈ ഉണ്ടാവില്ല, കമ്മിറ്റിക്കാരെ കൈ ഉണ്ടാവില്ല. പക്ഷെ നമുക്കതിന് അവകാശമില്ല. ഒരു യുദ്ധത്തിന് നമുക്ക് ഇപ്പം ചാൻസ് ഇല്ല. എന്നാൽ ത്യാഗത്തിൻ്റെ, വിഷമത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ സന്ദർഭങ്ങളിലൂടെ നമ്മുടെ വല്യപ്പന്മാരും വല്യമ്മമാരും കടന്നു പോയിട്ടുണ്ട്. ഓരോ സന്ദർഭങ്ങളും നിങ്ങൾക്കറിയാം. പരിപാടികൾ സംഘടിപ്പിക്കുന്നിടത്തുണ്ടായ തല്ലും പിടിയും വഴക്കും വക്കാണവും ഒക്കെ അല്ലേ? അങ്ങനെ അന്നൊക്കെ കല്ലേറ് കൊള്ളാനും തല്ലുകൊള്ളാനും നമുക്ക് ധാരാളം ചാൻസ് കിട്ടി. നമ്മളാരും തിരിച്ചു തല്ലിയിട്ടില്ല.
2-3 ഷോള് എൻ്റെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അതൊക്കെ ഒരുപക്ഷെ സ്വർഗത്തിലെത്തുകയാണെങ്കിൽ അവിടെ വെച്ച് പൊന്നാടയായിട്ട് കിട്ടുമെന്ന പ്രതീക്ഷയിലാണുള്ളത്. പല സ്ഥലത്തും തല്ല് കൊണ്ടിട്ടുണ്ട്, പല മൈക്ക് സെറ്റും പല ക്യാമറയും ഒക്കെ തച്ച് പൊളിച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. നിങ്ങൾക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് കിട്ടിയ സന്തോഷം എന്താണ് എന്ന് വെച്ചാൽ, തീച്ചൂളയിലാണ് ചിലപ്പോഴൊക്കെ നമ്മളെ ഭരണകൂടങ്ങൾ നിർത്തുന്നത്. പലതരം വിഷമങ്ങളും നമ്മുടെ നേരെ കടന്നു വരുന്നുണ്ട്. ആ വിഷമങ്ങളെയെല്ലാം നേരിടാനുള്ള ഒരു തൗഹീദിൻ്റെ കരുത്ത്, ഈമാൻ്റെ കരുത്ത്, വിശ്വാസത്തിൻ്റെ ശക്തി നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് സന്തോഷം. അടിപ്പതറി വീണ് നശിച്ച് ദുനിയാവ് വിട്ട് കാട്ടുപോയി ആടിനെ മേച്ച് ഒന്നും കഴിയുന്നില്ല. നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്, പോയിട്ടില്ല. ഇവിടെ രണ്ടാമത്തൊരു സന്തോഷത്തിൻ്റെ വശം തൗഹീദ് പറയാൻ, സുന്നത്ത് പറയാൻ, അത് ഉജ്ജ്വലമായി പറയാൻ, ആവേശത്തോടു കൂടി ഉന്മേഷത്തോടു കൂടി പറയാൻ ഇപ്പോഴും ഒരു തീപ്പൊരി നമ്മുടെ മനസ്സിലുണ്ട്. മൂന്നാമത്, എന്തായാലും ആൾക്കാർക്ക് ഇത് കേൾക്കാൻ ഇഷ്ടമുണ്ട്. അള്ളാന്റെ കാര്യം പറയാൻ, അള്ളാന്ന് പറയുമ്പോഴത്തേന് മുഖം തിരിക്കുന്നവരല്ല നമ്മുടെ രാജ്യത്തെ ജനത. സൗഹാർദ്ദ സദസ്സുകളിൽ സ്വാമിമാര് വരെ ഓതുന്നത് ഫാത്തിഹയാണ്, ബിഷപ്പുമാർ ഓതുന്നത് ഫാത്തിഹയാണ്. കാരണം എന്താ? എന്നും പറയാൻ പറ്റിയ വിഷയം അതാണ്. എന്നും പറയാൻ കഴിയുന്ന വിഷയം അതാണ്. നാലാമത്തെ കാര്യം, തലങ്ങും വിലങ്ങും ഒക്കെ മസ്ജിദുകൾ ഉണ്ടായി. വല്യാപ്പ എത്ര കിലോമീറ്റർ നടന്നിട്ടാണ് വല്യമ്മയൊക്കെ മസ്ജിദിൽ പോയത് ജുമാക്കൊക്കെ? ഇത് ഒരടി വെച്ചാലുണ്ട്. അതുകൊണ്ട് 5 നേരം ജമാഅത്തിന് മസ്ജിദിൽ പോകാൻ അള്ളാഹു നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. എന്നിട്ടും ചില കള്ളത്തികൾ അവിടേക്കൊന്നും പോകാതിരിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടോ? പേരക്കുട്ടികളാ അതോ മക്കളോ മരുമക്കളോ ആരോ? ഏതായാലും ചില ആൾക്കാർ പോകാതിരിക്കുന്നുണ്ടാവും. എങ്കിലും ബഹുഭൂരിപക്ഷം ജനങ്ങളും 5 നേരം മസ്ജിദിൽ എത്തുന്നുണ്ട്. മസ്ജിദിനടുത്ത് വീട് വേണം എന്ന് പറയുന്ന ധാരാളം സഹോദരിമാരുണ്ട്. അങ്ങനെ ഒരുപാട് സന്തോഷത്തിൻ്റെ വകുപ്പുകൾ ഇവിടെ നമുക്കിപ്പം കിട്ടാനുണ്ട്. അതിനാൽ താടിക്ക് കയ്യും കൊടുത്ത് മൂഡൌട്ടായി ടെൻഷൻ അടിച്ച് നമ്മൾ ഇരിക്കുന്നില്ല. മോദിയായാലും ശരി, അല്ലെങ്കിലും ആരായാലും ശരി, നമുക്ക് നമ്മുടെ കാര്യം പറയാനുള്ള അവസരങ്ങളാണ്. എന്ന് മാത്രമല്ല, അവിശ്വാസികളെ കൊണ്ട് ഈ മതത്തെ അള്ളാഹു താങ്ങി നിർത്തും. നമ്മുടെ കാര്യം പറയാൻ വേറെ ആൾക്കാരുണ്ട്. സുപ്രീം കോടതിയിലായാലും എവിടെയായാലും ആളുണ്ടാവും. കാരണം സത്യത്തെ മൂടിവെക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ സന്തോഷകരമായ സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്നാണ് വിശ്വാസിയുടെ ജീവിതം എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത്. ചില ആളുകളൊക്കെ പേനക്ക് പകരം, നോട്ട്ബുക്കിന് പകരം മൊബൈലിൽ ഓണാക്കി റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് അതവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. പക്ഷേ നമ്മുടെ തലച്ചോറിൽ അത് നിൽക്കണം. പറയുന്ന കാര്യങ്ങൾ, ആയത്തുകൾ, ഹദീസുകൾ ജനങ്ങൾക്ക് എത്തിക്കാനുള്ളതാണ്. ജനങ്ങൾ കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ ആയത്തുകൾ, ഹദീസുകൾ, നബിവചനങ്ങൾ, നബിജീവിതം, ചരിത്രമൊക്കെ അല്ലേ? അതുകൊണ്ട് അവർക്ക് എത്തിച്ചു കൊടുക്കണമെങ്കിൽ എന്തു വേണം? നല്ല ഓർമ്മയോടുകൂടി വേണം. എപ്പോഴും ഒരു പേനയും നോട്ട്ബുക്കൊക്കെ കയ്യിലുണ്ടായാൽ അതൊക്കെ എഴുതി വെക്കാം. എന്നിട്ട് ജനങ്ങൾക്കത് പറഞ്ഞു കൊടുക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമുക്ക് തടി, ഈ ശരീരം എല്ലാവർക്കും, എല്ലാ മനുഷ്യന്മാർക്കും അള്ളാഹു നൽകി. അതിന് ആവശ്യമായ പോഷണത്തിന് ഭക്ഷണം, വെള്ളം, മറ്റു ഏർപ്പാടുകളും വായുവും അതെല്ലാം അള്ളാഹു നൽകി. എന്നാൽ നമ്മുടെ ശരീരത്തിനൊരു പ്രത്യേകത, ഇത് സ്വർഗത്തിൽ പോകാനുള്ളതാണ്. ഈ ശരീരത്തിന് രണ്ടാമത്തെ ജന്മം, ശാശ്വതമായ അറ്റമില്ലാത്ത
സുഖസന്തോഷങ്ങളുടെ കൂടെ കഴിയാനുള്ള ഈ തടിയാണിത്. നല്ലോ നോക്കണം, ഈ തടി തന്നെ നല്ലോ നോക്കണം. കാരണം സ്വർഗത്ത് പോകാനുള്ളതാണ്. വിശ്വാസിക്കേ സ്വർഗം കിട്ടൂ, അതുറപ്പാണ്. വിശ്വാസമുള്ളവർക്കേ സ്വർഗം കിട്ടൂ. വിശ്വാസം എല്ലാവർക്കും കിട്ടുമോ? അതില്ല. ഒരാളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ആ ആള് നരകത്തിലാണ്. ആരാ? അബൂജഹല? അല്ല, സ്വന്തം സഹാബി. ആളുകളൊക്കെ വിഷമിച്ചു പോയി, യുദ്ധം കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പറഞ്ഞത് സത്യം ആണല്ലോ, അതെന്തായിരിക്കും അതിൻ്റെ കാരണമെന്നറിയാൻ തെരഞ്ഞുപോയി. അപ്പോൾ ആ സഹാബി കമിഴ്ന്ന് കിടക്കുന്നുണ്ട്. മറിച്ചിട്ടു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആയുധമുണ്ട്. ആ ആയുധത്തിൻ്റെ ഒരറ്റം അദ്ദേഹത്തിൻ്റെ സ്വന്തം നെഞ്ഞത്ത് കുത്തിയിറക്കിയിരിക്കുന്നു. ആത്മഹത്യ ചെയ്തതാണ്. ഞാനൊക്കെ ആത്മഹത്യ ചെയ്യേ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ചിലപ്പോൾ. എൻ്റെ ഭാര്യ ആത്മഹത്യ, ഏയ് അതൊന്നും ചെയ്യൂല എന്ന് പറയാറില്ലേ? ഒരു സഹാബി ആത്മഹത്യ ചെയ്തു. അല്ലാഹുവേ മാപ്പാക്കണേ. അപ്പോ എല്ലാ മുസ്ലിങ്ങളും സ്വർഗത്തിലാണോ? ഈ സംഭവം കേൾക്കുമ്പോൾ ഒരു തരിപ്പ്, ഒരു ഉൾക്കിടിലം ഉണ്ടാകണില്ലേ? അതുകൊണ്ട് നമ്മൾ വളരെ മര്യാദക്ക് ജീവിക്കണം. നമ്മൾ പറയാൻ നിൽക്കണ്ട, വമ്പും വീമ്പും ഒന്നും പറയാൻ നമുക്ക് അവകാശമല്ല. മാ അദ്രി മല്ലാഹു ഫാഇലും ബി, അള്ളാഹു എന്നെ കൊണ്ട് എന്താണ് ചെയ്യുക എന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മളെ പറയാൻ മുജാഹിദുകൾ എന്താ പറയാ? ഞാനൊക്കെ സ്വർഗത്ത് പോയില്ലെങ്കിൽ പിന്നെ ആരാ പോവുക അല്ലേ? അത് നമ്മളെ നാവുന്ന് വന്നിട്ടുണ്ടോ? വരരുത്. റസൂലുള്ള പറയുകയാണ്, എന്നെക്കൊണ്ട് റബ്ബ് എന്താ ചെയ്യാൻ പോണെന്ന് എനിക്കറിഞ്ഞൂടാ. നിങ്ങൾക്കറിയോ? അറിയുന്ന ആൾക്കാരൊന്ന് കൈയൊന്നിച്ചാണ്? ഇല്ലല്ലോ. 810 കോടി മനുഷ്യന്മാരെ നിർത്തിയിട്ടൊന്ന് കൈയൊന്നിക്കാൻ പറഞ്ഞാൽ, കൈവന്തിക്കാൻ പറഞ്ഞാൽ ആരും കൈവന്തിക്കാനില്ല. പിന്നെ നമ്മളെ സ്ഥിതി എന്താണ്? അല്ലാഹുവേ കാത്ത് രക്ഷിക്കണേ. നമുക്ക് സ്വർഗത്തിലെത്തണം. സ്വർഗത്ത് പോകാനുള്ള തടിയാണിത്. കാരണം തൗഹീദുണ്ട്, ഈമാനുണ്ട്, കർമ്മധർമ്മങ്ങളിലൂടെ നമ്മൾ പോകുന്നുണ്ട്. അടിപതറുന്നുണ്ടെങ്കിലും ഇടകലരുന്നുണ്ടെങ്കിലും ഇടറുന്നുണ്ടെങ്കിലും ചെതറുന്നുണ്ടെങ്കിലും ശരി, നമുക്ക് തൗഹീദെന്ന് വിട്ടിട്ടില്ല, സുന്നത്തെന്ന് വിട്ടില്ല. ഇപ്പോഴും കൈ നെഞ്ഞത്തന്നെയാണ് കിട്ടുന്നത്. ഒന്ന് ലേശം താത്താം എന്ന് നമുക്ക് ആർക്കും തോന്നിയിട്ടില്ല. ഉണ്ടോ? ഇല്ല. ചില ആൾക്കാർ ഇങ്ങനെ പൊന്തിച്ചു വെക്കും. അത് വേണ്ട, ഓവറാകണ്ട. കാന യദഉ യദഹുൽ യുംന അലൽ യുസ്റ അലാ സദ്രിഹി. എവിടെ? നെഞ്ഞത്ത്. നെഞ്ഞത്ത്. അബൂദാവൂദ് 479, ഇബ്നു ഖുസൈമ 759, അങ്ങനെ കുറേ കിതാബുകളിൽ ഉണ്ട്. ഫസല്ലി ലിറബ്ബിക വൻഹർ എന്ന ആയത്തിന്, വൻഹർ എന്ന ആയത്തിന് 3 സഹാബിമാർ അർത്ഥം പറഞ്ഞത് കൈ നെഞ്ഞത്ത് വെക്കുക എന്നാണ്. പുതിയ തലമുറക്ക് വേണ്ടി ഒന്നുകൂടി ആവർത്തിച്ചു മാത്രം. നമ്മളിപ്പോഴും അങ്ങനെ തന്നെയാണ് ഉള്ളത്. പക്ഷേ അവസാനം വരെ സ്വർഗത്തിലേക്കുള്ള പണിയെടുത്തിട്ട് അവസാനം ആ തൊണ്ടയിടറുന്ന സമയത്ത്, ചക്രശ്വാസം വലിക്കുന്ന സമയത്ത്, സക്കറാത്തുൽ മൗത്തിന്റെ സമയത്ത് നരകത്തിലേക്കുള്ള പണിയെടുക്കും എന്ന് ചില ആളുകളെ പറ്റി ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളാണ്. സ്വർഗത്തിലേക്കുള്ള പണി എന്താ? അല്ലാഹുവേ കാക്കണേ. റസൂലിന്റെ സുന്നത്ത്, തൗഹീദിന്റെ ഈ പട്ടാളത്തെക്കുറിച്ചാണ് പറയുന്നത്. അവസാനം ഒന്നാണ്ട് മാറുന്നു എന്ന്. മറിച്ചുകൊണ്ട് അവസാനം വരെ നരകത്തിലേക്കുള്ള പണിയെടുത്തിട്ട് അവസാനം സ്വർഗത്ത് പോണേ. നമ്മളതാ അല്ലാനും. കാരണം എന്താ? നമ്മളിപ്പോൾ സ്വർഗത്തിന്റെ മാർഗത്തിലാണ് ഉള്ളത് അല്ലേ? അപ്പൊ നമ്മൾ പേടിക്കേണ്ടത് അതാണ്. എങ്കിൽ 2 കാര്യമായി ഇപ്പൊ പറയുന്നത്. നമ്മളുടെ കാര്യം എന്താകും? 3, മരിക്കാൻ നേരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സക്കറാത്തുൽ മൗത്തിൽ പെട്ടിട്ടുണ്ടോ? ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗത്തി സക്കറാത്ത്.
ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സകറാത്ത് എന്ന് റസൂലുള്ളാഹ് പറഞ്ഞില്ലേ? പറഞ്ഞു. തീർച്ചയായും മരണത്തിന് അതിശക്തമായ വെപ്രാളമുണ്ട്. സക്കറാത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് കള്ളാണ്, മദ്യമാണ്, ലഹരിയാണ്. അത്രയും അങ്ങേയറ്റത്തും ബുദ്ധി നശിച്ചു പോകാവുന്ന അവസ്ഥയിലേക്ക് വരും. തിക്കിത്തിരക്കി വരുന്ന ഓർമ്മകൾ, മക്കള്, മരുമക്കള്, പേരമക്കള്, ഭാര്യ, ഭർത്താവ്, ആങ്ങള, പെങ്ങള്, ഇളച്ചൻ, ഇളച്ചി, മുത്തച്ഛൻ, മുത്തച്ചി, സമ്പത്ത്, സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, കടങ്ങള്, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ മനസ്സിലേക്ക് കടന്നു വരുന്ന മരണത്തിന്റെ സമയത്ത്, ആ സമയത്ത് കെലിമ ചൊല്ലാൻ കഴിയോ ഇല്ലേ? കെലിമ അറിയാം, അതിന്റെ അർത്ഥം അറിയാം. അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിഗാസ ഉള്ളൂ. ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും ഒരു ശക്തിയോടും ഒരു വ്യക്തിയോടും ഇല്ല. എല്ലാം ശിർക്കായതുകൊണ്ട് അതിനൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു നിൽക്കുന്നു. പക്ഷേ കെലിമ ചൊല്ലാൻ തോന്നണ്ടേ? വേണം. അള്ളാഹുവെ അനുഗ്രഹിക്കണേ. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ടതുണ്ട്. അതാണ് മൂന്നാമത്തെ വിഷയം. നാലാമതായി, എപ്പോഴാണ് അള്ളാഹു ഈമാൻ നമ്മളിൽ നിന്ന് എടുത്തു കളയുക? എപ്പോഴാണ് നമ്മൾ പരീക്ഷിക്കുക? ആ പരീക്ഷണത്തിലൊക്കെ വിജയിച്ചാൽ മാത്രമേ അവിടെ എത്തുള്ളൂ. റബ്ബ് കൂട്ടുകാരനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പരീക്ഷിച്ചു. ബികലിമാത്തിൻ, പല കൽപ്പനകളും കൊണ്ട്. ഫഅതമ്മഹുന്ന, പൂർത്തിയാക്കി. നമ്മൾക്കോ പൂർത്തിയാക്കാൻ കഴിയോ? എല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ്. പണം കിട്ടിയാൽ പരീക്ഷണം. ബാങ്ക് കേൾക്കുമ്പോൾ 4 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. 1, ഏറ്റുപറയുക. 2 സ്വലാത്ത്. 3 റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയൻ. 4 ദുആ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അസദ്ദുന്നാസി ബലാഅൻ, ഏറ്റവും കടുത്ത പരീക്ഷണം ആർക്കാ? അൽ-അംബിയാഉ, നബിമാർക്കാണ്. ഫൽ അംസൽ, പിന്നെ അതിനോടടുത്ത ആൾക്കാർക്കാണ്. വൽ അംസൽ, പിന്നെ അതിനോടടുത്ത ആൾക്കാർക്കാണ്. അപ്പോൾ കഠിനകഠോരമായ പരീക്ഷണങ്ങൾ അവർക്ക് വന്നിട്ടുണ്ട്, നമുക്കും വരാം. അവിടെ ഊതിക്കാച്ചിയ പൊന്നുപോലെ കൊല്ലപ്പണിക്കാരൻ്റെ ഉലയിൽ ചുവപ്പിച്ച് പതപ്പിച്ച് അടിച്ചിടിച്ച് ശരിയാക്കി കറകളെല്ലാം കളഞ്ഞെടുത്ത ഇരുമ്പ് പോലെ നമ്മുടെ ജീവിതം ആയേ ഒക്കൂ. എന്നാലേ മറികടക്കാനാവൂ. അത് ഒരു ഘട്ടമാണ്. അതൊരു ഘട്ടമാണ്. രണ്ടാമത് ഖബറാണ്. ഖബറിൽ എല്ലാവർക്കും വിഷയങ്ങളൊക്കെ അറിയാം. ഖബറിലെ ചോദ്യം അറിയാം. ക്വസ്റ്റ്യൻ പേപ്പർ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ചോർത്തൊന്നും വേണ്ട, അതിന് ഉസ്താദുമാർ ആവശ്യമില്ല. ഖബറിനെ ചെന്നിട്ട് ഇതാ ഇന്നെ ചോദ്യങ്ങളൊക്കെ ചെയ്യുമെന്ന് മരിച്ചിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചോദ്യം എല്ലാവർക്കും അറിയാം, ഉത്തരം അറിയാം. പക്ഷേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് കൂടെ നിന്ന, കൂടെ ജീവിച്ച, എന്നാൽ ഉള്ളിലേക്ക് ലേശം സംശയം വന്ന, അല്ലെങ്കിൽ കാപ്പട്യം വന്ന ഒരാളോട്, പേരെന്താ പറയാ? സഹാബി എന്നാണല്ലോ, കാരണം നബിന്റെ കൂടെ ഉള്ള ആളല്ലേ. ചോദിക്കുന്നു, ഈ ആളറിയോ? ലാ അദ്രി, എനിക്കറിഞ്ഞുകൂടാ എന്നാണ് ആ മനുഷ്യൻ പറയുന്നത്. നമ്മൾ അതിൽ പെടുമോ ഇല്ലേ? നമ്മൾ അതിൽ പെടുമോ ഇല്ലേ? അതാരാ? നബിയുടെ പിന്നിൽ നിസ്കരിച്ചവരാ, യുദ്ധം ചെയ്തവരാ. കാര്യങ്ങളിലൊക്കെ അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ലേശം സംശയം കുടുങ്ങിയിരുന്നു. അല്ലെങ്കിലോ കടുത്ത മുനാഫിക്കുവാണ്. അമൽ മൂഖിനു ഔ അൽ മുഅ്മിനു, ഈമാനുള്ള ആള് ഓൻ പറയും ഹദാ മുഹമ്മദുൻ റസൂലുള്ളാഹ്,
ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാനി അൻ ആമിനു ബിറബ്ബിക്കും ഫആമന്ന എന്ന് പറയും. അവിടുന്ന് ഞങ്ങളുടെ അടുക്കൽ വന്നോ, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയും. അമ്മൽ മുനാഫിഖു അവിൽ മുർത്താബു, അല്ലെങ്കിൽ സംശയാലു, അല്ലെങ്കിൽ മുനാഫിക്ക്, അവൻ പറയും, അവൾ പറയും ഇങ്ങനെ, നമ്മൾ അതിൽ പെടുമോ ഇല്ലേ? ഇപ്പത്തെ കണക്കിൽ അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും ഒരു നിരീശ്വരവാദത്തിന്റെ കഷണം പറയുമ്പോൾ, ഏതെങ്കിലും റസൂലുള്ളയുടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കഷ്ണത്തെപ്പറ്റി എന്തെങ്കിലും ഒരു സംശയം എടുത്തിടുമ്പോ അങ്ങനെ ആയിരിക്കുമോ എന്നൊരു സംശയം വന്ന് ആ സമയത്ത് നമ്മൾ മരിച്ചു പോയാൽ എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ട് ഉറച്ച് പാറ പോലെ ഉറച്ചു നിൽക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ഒന്ന് ചെറുതായി മാറ്റിവെക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ചൊര, അത് നമ്മൾ രക്ഷപ്പെട്ടേ ഒക്കൂ. അതിന് നമ്മൾ പറയാൻ മുജാഹിദായാൽ പോരാ. 50 കൊല്ലായി മുജാഹിദ്, 40 കൊല്ലായി മുജാഹിദ്, അത് പോരാ. ഇന്നത്തെ മുജാഹിദാകണം. അതിന് ഇന്നത്തെ കാര്യങ്ങൾ പഠിക്കണം, ഇന്നും വായിക്കണം, എന്നും വായിക്കണം, പ്രസംഗങ്ങൾ കേൾക്കണം, അത് എഴുതി വെക്കണം, സംശയങ്ങൾ ചോദിക്കണം. കാരണം മരിക്കാൻ നേരത്ത് നമുക്ക് ഈമാൻ കിട്ടണമല്ലോ, വേണ്ടേ? അപ്പൊ ഖബറിൽ ആണ് അടുത്ത വിഷയം. ചോദ്യപേപ്പർ കിട്ടിയിട്ടുണ്ട്, ഉത്തര പേപ്പറും കിട്ടിയിട്ടുണ്ട്, ഒക്കെ റെഡിയാ, കാണാപ്പാടം പഠിച്ചിട്ടുണ്ട്. റബ്ബി അള്ളാ, ഇമാമ് ഖുർആനാണ്, ഇത് മുഹമ്മദ് നബിയാണ്, ദീൻ ഇസ്ലാമാണ്. പക്ഷേ നമുക്ക് ആ ചോദ്യത്തിന്റെ സമയത്ത് ആരാ റബ്ബ്? അള്ളാ. ആരാടാ റബ്ബ്? അപ്പൊ നമുക്കൊരു സംശയം. ചോദിക്കണ ആരാ? മുൻകർ നക്കീറ. അപ്പോ സംശയം, അള്ളന്നല്ലേ? CM എന്ന് പറയോ, വേറെന്തെങ്കിലും പറയോ? ഇവിടെയാണ് വിഷയം. അപ്പോ നമുക്കുടെ വിശ്വാസം ആ സമയത്ത് വേണം. ഫയർഫോഴ്സ് ഉണ്ടോ ഇവിടെ പരപ്പനങ്ങാടിയിൽ? ഉണ്ടോ? ഇല്ല. എവിടെ ഉള്ളത്? തിരൂരുണ്ട്. കണ്ടിട്ടുണ്ടാവും. ഉണ്ട്. അവരെപ്പോഴും ഡ്രസ്സിലാണോ അതിലല്ലേ 24 മണിക്കൂറും ആണ്? അയച്ചൊക്കെയുണ്ടോ? ഇല്ല. വെള്ളം റെഡിയാണോ? പെട്രോൾ റെഡിയാണോ? ഫോൺ റെഡിയാണോ? ആണ്. എന്തേ? നിങ്ങൾ വിളിക്കുമ്പോൾ അപ്പം പുറപ്പെടാനാണ്, അല്ലേ? വിളിക്കട്ടെ, ആക്കം പോലെ ആകാന്ന് പറയോ? ഇല്ല. നമ്മളെ ഈമാൻ അങ്ങനെയാണ്, ആകണം. എപ്പോ വിളിച്ചാലും അപ്പോ ഞാനൊന്ന് നോക്കട്ടെ, മദനിയോടൊന്ന് ചോദിക്കട്ടെ, സുല്ലമിയോടൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഇത് ചില പെണ്ണുങ്ങളൊക്കെ വിചാരിക്കും ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ആണുങ്ങൾക്കാണ്. അല്ല, ആണുങ്ങൾക്കൊരു ഇസ്ലാം മതമുണ്ടോ? നമ്മളെ ചില മസ്ജിദുകളുടെ കമ്മിറ്റിക്കാർ പെണ്ണുങ്ങൾക്ക് സൗകര്യം ചെയ്യൂല, ഓല എവിടുന്നെങ്കിലും നിസ്കരിച്ചോളൂ എന്ന് പറയും. അതാണോ ഇസ്ലാം? അല്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് സഹാബി വനിതകൾ 5 നേരം എവിടുന്ന നിസ്കരിച്ചത്? മസ്ജിദിൽ നിന്നാണ്. ഖൈറു സുഫൂഫിൻ നിസാഇ, പെണ്ണുങ്ങളുടെ ഏറ്റവും പുണ്യമേറിയ സഫ്. മുസ്ലിമിലെ 440-ാമത്തെ ഹദീസ്. പെണ്ണുങ്ങളെ ശരിക്കൊന്ന് എഴുതി വെച്ചോളി. ബുഖാരി 707-ാമത്തെ ഹദീസ്. നിസ്കരിക്കാൻ വന്ന റസൂലുള്ള കുട്ടിയുടെ കരച്ച് കേട്ടിട്ട് നിസ്കാരം ചുരുക്കി. എന്തിന്? കുട്ടീൻ്റെ അമ്മക്ക് വിഷമുണ്ടാകരുതെന്ന് വിചാരിച്ചിട്ട്, അല്ലേ? അങ്ങനെയല്ലേ? ആണ്. അപ്പോ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും വിശ്വാസത്തിന്റെ കാര്യത്തിൽ കണക്കാണ്. അതുകൊണ്ട് ഈമാൻ നമുക്ക് ആ സമയത്ത്, തക്ക സമയത്ത് റെഡിയാകേണ്ടതുണ്ട്. അപ്പൊ ഖബറിൽ ആ ചോദ്യം ചോദിക്കുമ്പോൾ മെരട്ടും അവിടെ ഖബറിലുള്ള മലക്കുകൾ മെരട്ടും. അപ്പൊ നമുക്ക് കളക്കണ്ടാകരുത്. 2. ഇനി 3-ാമത്തെ ഘട്ടമാണ്, അല്ലേ? സമസ്ത നമ്മളോട് പറഞ്ഞത് ദാഹം മൗത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബന. ആ മരിക്കുന്ന നേരത്ത് ശപിക്കപ്പെട്ട പിശാചിനെ ആട്ടാൻ ആരെ തുണ? ബദരീങ്ങളെ തുണ വേണേ എന്നാണ് സമസ്ത പറഞ്ഞത്. എന്നാൽ അള്ളാന്റെ തുണ വേണേ എന്നാണ് അബൂജഹൽ പറഞ്ഞത്. ഇതാ വ്യത്യാസം. അള്ളാന്റെ തുണ വേണേ,
ഹൗലായി ശുഫആഉന ഇൻദല്ലാഹ്. യൂനുസിലെ 18-ാമത്തെ ആയത്ത് എഴുതിയിരിക്കുന്നുണ്ടല്ലോ. ഇവർ അള്ളാഹുവിങ്കൽ ഞങ്ങളെ ശുപാർശകരാണ്. അള്ളാന്റെ അടുക്കൽ ആര് ശുപാർശ? ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഈസാ നബി, മറിയം ബീബിയൊക്കെ ശുപാർശ. സമസ്തക്കോ അള്ളാന്റെ ശുപാർശ ആരടുത്തേക്ക്? മൊയ്തീൻ ഷേഖിന്. അള്ളാഹു പറയാണ്, മൊയ്തീൻ ഷേഖെ ഒന്ന് ശരിയാക്കി കൊടുക്കുന്നു. മക്കത്തെ മുശിരിക്ക് വിചാരിച്ച എന്താണ്? ശുപാർശയൊക്കെ അള്ളാഹ്ക്കുള്ളത്, അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പറയാന്ന്. ആരാ മെച്ചം? ശരി, അതവിടെ കട്ടെ. നമ്മളെ കാര്യം പറയപ്പോ നമുക്ക് ഖബറിങ്ങൽ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഈമാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കണം. അപ്പം നമുക്ക് ഈമാനില്ല. കാരണം എന്താ? അപ്പോളായിട്ട് ഈമാൻ ഉണ്ടാകണില്ല. കാരണം മരിച്ചില്ലേ. പിന്നൊന്നും കിതാബ് വായിക്കണില്ല, ഒരു പ്രസംഗം കേൾക്കുന്നില്ല, ഖുർആൻ ഓതുന്നില്ല, ഒന്നുമില്ല, മരിച്ചില്ലേ. അപ്പൊ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ് അവിടെ ഉപകരിക്കുക. അപ്പൊ ശരി, എപ്പോഴാ മരിക്കുക? 60-70 കുറെ ആൾക്കാരവിടെ കാണുന്നുണ്ട് അല്ലേ? ഇന്നലെ പേരക്കുട്ടി മരിച്ചില്ലേ? അപ്പൊ നമ്മൾ ബാക്കിയാകാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അവർ മരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? കിട്ടണില്ല. എല്ലാവർക്കും കിട്ടുന്നുണ്ട്. എല്ലാവരും ശ്വാസം വിടുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. മൂക്കുണ്ട്, ശ്വാസകോശമുണ്ട്, വയറും വള്ളിയൊക്കെ റെഡിയാ. പക്ഷെ കിട്ടണില്ല. എന്തേ? അള്ളാഹു സ്വിച്ച് ഓഫ് ആക്കാൻ ഒരുങ്ങാണ് അല്ലേ? അതിനല്ലേ. അപ്പൊ നമ്മൾ മരിക്കുമ്പോ ഒരു കുട്ടിയായാലും ഈമാൻ വേണം, വല്യാപ്പയായാലും ഈമാൻ വേണം. അല്ലാഹുവേ അനുഗ്രഹിക്കണം. ഇതാണ് നമ്മുടെ രംഗം. അന്ത്യനാളിൽ എല്ലാവരും ഉണ്ട്. ലോക്യം പറയാൻ ഒന്നും തോന്നണില്ല. ആദം നബി അലൈഹി സ്വലാം മുതലുള്ള എല്ലാവരെയും യുബസ്സറൂനഹും സൂറത്തുൽ മആരിജിൽ അല്ലാഹു വരലാണ്. കാണുന്നുണ്ട്, എല്ലാവരെയും കാണുന്നുണ്ട്. പക്ഷേ ലാ യസ്അലു ഹമീമുൻ ഹമീമ, ഉറ്റ ചങ്ങാതിയെ കാണുന്നുണ്ടെങ്കിലും ചോദിക്കുന്നില്ല. ഹവ്വ എന്താടി വർത്താനം, എത്ര നൂറ്റാണ്ടായി, ലക്ഷക്കണക്കിന് കൊല്ലായി കണ്ടിട്ട് എന്ന് ആദം നബി ചോദിക്കൂല. ഹവ്വ റളിയല്ലാഹു അൻഹയും ചോദിക്കൂല. ഭാര്യയും ഭർത്താവും. അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ ആരാ? ഇഷ്ടപ്പെട്ട മനുഷ്യനാരാ? ഐഷ ബീവിയാണ്. അവരെ കാണുമ്പോൾ എന്താ ആഷ് വർത്താനം എന്ന് ചോദിക്കൂല. അത്രയും ഭയാനകമായ ആ രംഗത്ത് നമുക്കിങ്ങനെ തണലിങ്ങനെ വരണം. അത് ഈമാന്റെ തണലാണ്. എന്താ നിവൃത്തി? അതിന് മാത്രം സബ്അത്തുൻ യുളില്ലുഹുമുല്ലാഹു യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു. ബുഖാരിയിലെ 660-ാമത്തെ ഹദീസ് എന്താ പറഞ്ഞത്? അള്ളാഹിന്റെ തണൽ മാത്രം. ആ കിട്ടുന്ന കൂട്ടത്തിൽ നമ്മളുണ്ടോ? നമുക്ക് വല്ല ചാൻസും ഉണ്ടോ? വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന സന്ദർഭം, ചിലപ്പോൾ മീശ വരെ, അരവരെ, തൊടവരെ, മുക്കിള് വരെ, മുട്ടുവരെ, ഞെരിയാണി വരെ ഒക്കെ വിയർപ്പുണ്ട്. ഒരേ സൂര്യന്റെ ചോട്ടിലാ. സൂര്യൻ എത്ര താഴത്താണ്? 1 മൈൽ. ഒരു ചാണൊന്നുമല്ല കേട്ടോ, 1 മൈൽ. 1 മൈൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയത്. അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ തണല്. ആ തണല് നമുക്ക് കിട്ടാൻ പെരപ്പണി എടുത്താൽ മതിയോ? കൊട വാങ്ങിയാൽ മതിയോ? മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ മതിയോ? പോരല്ലോ. തൊപ്പി വെച്ചാൽ മതിയോ? പോരാ. പിന്നെയോ? ഈമാൻ, കർമ്മവും ധർമ്മവും. അപ്പോ സുന്നത്തല്ലേ ഉള്ളൂ, ഫർളന്നെ നിൽക്കാൻ നേരല്ല എന്ന് ഇബ്ലീസിന്റെ സ്വരം നമ്മളെ തൊള്ളയിന്ന്. നിസ്കാരക്കുപ്പായം വലിച്ചെറിഞ്ഞിട്ട് ഉമ്മ സുന്നത്ത് നിസ്കരിക്കാതെ ദിക്ർ ചെയ്യാതെ ഒരൊറ്റ ഓട്ടം അടുക്കളയ്ക്ക്. എന്തേ? ഞാൻ ശരിയാവൂല. വല്യമ്മാന്റെ വല്യമ്മ മരിച്ചപ്പോൾ അതിനല്ലേ പറഞ്ഞ്, മരിക്കണതിന് മുമ്പ് അതിനല്ലേ പറഞ്ഞത്. എന്നിട്ടോ നിങ്ങൾ കരിച്ച് പൊരിച്ച് വേവിച്ച് തിളപ്പിച്ച് തണുപ്പിച്ച് ചൂടാറ്റി കറ കളഞ്ഞ് അടുക്കള ഉഷാറാക്കിയില്ലേ വല്യമ്മ മരിച്ചിട്ടും? നിങ്ങൾ മരിച്ചാലും തന്നെയാണ്. ആര് മരിച്ചാലും തന്നെ 1-2 ദിവസം ഇങ്ങനെ ഇരിക്കും. പിന്നെ വിശക്കും. അപ്പൊ ഇന്നലെ കഞ്ഞിയിരുന്നു, മിഞ്ഞാന്നും കഞ്ഞിയിരുന്നു, ഇന്നോ ലേശം ചോറ്, നാളെയോ ഒരു ബിരിയാണി. ഇത്രേ ഉള്ളൂ. അങ്ങനെ തന്നെ വേണ്ടതും. അതുകൊണ്ട് ആ സമയത്ത് മേഘക്കുട, അള്ളാഹുവിൻ്റെ തണൽ. എന്താ ആ തണല് എന്ന് പറഞ്ഞിട്ടില്ല. ചില ആൾക്കാരിങ്ങനെ അർശാന്നൊക്കെ പറയും.
പക്ഷെ കിതാബിൽ അത് കണ്ടിട്ടില്ല. അള്ളാന്റെ തണൽ, അള്ളാന്റെ നിഴല്, അള്ളാഹു നൽകുന്ന തണല് അത് നമുക്ക് കിട്ടണമെങ്കിൽ ഇവിടെ ഒന്ന് ഒരുങ്ങി റെഡിയാകണം. പഴയമാതിരി പണ്ട് ശീലിച്ച താടി വടിക്കലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നിർത്തിക്കളി. അത് മാത്രല്ല, എല്ലാം താടി വെക്കൊന്നും വേണ്ട, ആരും താടി വെക്കേണ്ട ആവശ്യമല്ല. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയത്, കൽപ്പിച്ചത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഒന്ന്, അഫു, വെറുതെ വിടുക. രണ്ട്, അർഹു, താഴ്ത്തിയിടുക. മൂന്ന്, അക്സിറു, വർദ്ധിപ്പിക്കുക. നാല്, വഫിറു, മുഴുവനാക്കുക. അഞ്ച്, ഔഫു, പരിപാലിക്കുക. ഇത് 4 കാര്യങ്ങളും ചെയ്യണം. ഇത് റസൂലുള്ള വെറുതെ പറഞ്ഞതല്ല, സുന്നത്തല്ലേ എന്നൊക്കെ നമ്മൾ ചില ആൾക്കാർ പറയും. അങ്ങനെയാണെങ്കിൽ ഇത്രയൊന്നും പറയില്ല. ഇന്ന റബ്ബി അമറനി, ഇന്ന റബ്ബി അമറനി, എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചു എന്നാ. കൽപ്പനയാണ്. അപ്പൊ സുന്നത്തിന്റെ ആ പരിധി എന്നൊക്കെ വിടും. 2 ജൂതന്മാർ കൊട്ടാരത്തുനിന്ന് നബിയെ കാണാൻ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ക്ലീൻ ഷേവാണ്. നിങ്ങളോട് ആരായി ഇത് കൽപ്പിച്ചത് എന്ന് ചോദിച്ചു. ഞങ്ങളുടെ റബ്ബിമാർ, നമ്മളെ മൗലവിമാർ അങ്ങനെയാ പറഞ്ഞത്. ഓർമ്മ ഉണ്ടല്ലോ, താടി സുന്നത്തല്ല എന്നൊക്കെ പറഞ്ഞ. ഞങ്ങളെ മൗലവിമാർ, ഞങ്ങളുടെ റബ്ബിമാർ അങ്ങനെയാ പറഞ്ഞത്. അപ്പൊ റസൂലുള്ള പറയുന്നു, ഇന്ന റബ്ബി അമറനി, എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചത് താടി വെറുതെ വിടാനാണ്. ഒന്ന് വെറുതെ വിട്ടളി കേട്ടോ. പിന്നെയോ വഖസ്സിശബാരിബ്, മീശ വെട്ടിച്ചെറുതാക്കാനാണ്. നേരെ എതിരായാലോ, റസൂല് പറഞ്ഞത് അനുസരിക്കണമില്ല, നേരെ എതിരും. അതെന്താ? മീശ ഉണ്ട്, താടിയില്ല. പിന്നെ അതിനേക്കാളും മീശ കുറച്ച് വലുതാക്കി, കപ്പട മീശ വേണോ? എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? സ്ത്രീധനം കൊടുത്താൽ നരകത്ത് പോകാം, പക്ഷെ മകളെ കല്യാണം കഴിയും അല്ലേ? ഇതോ താടി വടിച്ചിട്ട് എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടോ? താടി വടിക്കുന്നത് ജോലിയാക്കിയ ആൾക്ക് ഉപകാരമുണ്ട്, പൈസ കിട്ടും. അതടക്കം 24 മണിക്കൂർ കൂലി. എല്ലാവരുടെയും സലാം കിട്ടുകയാണ്, അറിയണവൻ്റെ അറിയാത്തവൻ്റെ ഒക്കെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോ ആ സമയത്ത് ഒരു തണലിങ്ങനെ വരണം. ഖൽബുഹു മുഅല്ലഖും ഫിൽ മസാജിദ്, മസ്ജിദുമായി കെട്ടിയിട്ട മനസ്സ്. എന്താ പറഞ്ഞ റസൂലുള്ള? തണല് കിട്ടാൻ മസ്ജിദുമായി കെട്ടിയിട്ട മനസ്സ്. ഇന്ന് മഗ്‌രിബിന് എത്തി, ഇന്ന് ഇശ കഴിഞ്ഞ് പോയി. 26 ദിവസം മുമ്പ് റമളാന്റെ അവസാനത്തെ ദിവസത്തിന്റെ തലേന്ന് വണ്ടിപ്പാഞ്ഞ് തറാവീഹിനെത്തി. ഇശാക്ക് എത്തിയവര് കുറവാ, ഇശാക്ക് എത്തിയവരുണ്ടാവും. എന്നാലും അല്ല, ഇന്നലെ തറാവീഹിന് കണ്ടില്ലല്ലോ എന്ന് ചോദിക്കും. അതാണോ ചോദിക്കേണ്ടത്? തറാവീഹ് സുന്നത്തല്ലേ, ഇശയോ ഫറളാണ്. ആണുങ്ങൾക്ക് നിർബന്ധമാണ് ജമാഅത്തിൽ പങ്കെടുക്കൽ. കയ്യും കാലും ഒടിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ, വേറെ എവിടെയെങ്കിലും ആണെങ്കിലോ അവിടെ. അപ്പോ അന്ന് വന്നിട്ട് പിന്നെ വെള്ളിയാഴ്ച വരുന്നു, പിന്നെ ജമാഅത്ത് നിസ്കാരത്തിന് വരുന്നത് ചിലപ്പോൾ ഇന്നായിരിക്കും. അതാണോ? അല്ല. ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്. മക്കളെ, വലിയപ്പന്മാരെ, മനസ്സിനെ മസ്ജിദിൽ കെട്ടിയിടുക. ഇശ എവിടെ നമസ്കരിക്കുക? അപ്പൊ ഒന്ന് പുറപ്പെടുമ്പോ, ഇങ്ങോട്ട് വരുമ്പോ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ, ഹൃദയത്തിൽ പ്രകാശം. പിന്നെ നാവില്, കേൾവിയില്, കാഴ്ചയില്, മേലെ താഴെ, വലത്ത് ഇടത്ത്, തൊലിയിൽ, രക്തത്തിൽ, മജ്ജയിൽ, മാംസത്തിൽ. അല്ലാഹുമ്മ സിദ്നി നൂറ, റബ്ബേ പ്രകാശം വർദ്ധിപ്പിക്കണേ എന്ന പ്രകാശത്തിന്റെ പ്രാർത്ഥന. അതുകൊണ്ട് മനസ്സിനെ മസ്ജിദുമായി കെട്ടിയിടുക. ഇപ്പൊ നമ്മൾ ഒരു ഹജ്ജിന്റെ കൂലിയിലാണ് അല്ലേ? തൊബറാനി 7473 മസ്ജിദിൽ വെച്ചൊരു ക്ലാസ് കേട്ടാൽ ഒരു ഹജ്ജ് ചെയ്ത കൂലി. താമ്മ
താമ, നിറഞ്ഞ, പൂർണ്ണമായ, തികഞ്ഞ എല്ലാ സദസ്സിലും പങ്കെടുക്കുക, എല്ലാ നന്മയും ചെയ്യാം, എല്ലാ പുണ്യവും ചെയ്യാം. അപ്പൊ എന്തേ പറഞ്ഞത്? ഫർളന്നെ ഇവിടെ എടുക്കാൻ നേരല്ല. അങ്ങനത്തെ ഒരു തിരക്ക് അള്ള തന്നിട്ടുണ്ടോ? ഉണ്ടോ? അള്ളാഹു അങ്ങനെ ഒരു തിരക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. ഫ്രീ ആണ്. 24 മണിക്കൂറിന് ഒരു പൈസയും കൊടുക്കണ്ട. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ചന്ദ്രൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, നക്ഷത്രങ്ങൾ കണ്ണ് ചിമ്മി തുറക്കുന്നു, എല്ലാം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് സമയമില്ല എന്ന് പറയരുത്. അള്ള നമ്മളെ പടച്ചത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യവംശത്തെയും ജിന്ന് വംശത്തെയും ഞാൻ പടച്ചത് എന്നെ ആരാധിക്കാനാണ്. സൂറത്തു സാരിയാത്ത് 56 അല്ലേ? ആണ്. അതുകൊണ്ട് സമയമില്ല നമ്മൾ പറയരുത്. കാരണം സമയം വെറുതെ അള്ളാഹു തന്നിരിക്കുന്നത് 24 മണിക്കൂർ. മുമ്പ് നടന്ന് മാത്രം ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് വണ്ടിയിലാണ്. നടന്നു പോയിട്ട് ചോദിക്കേണ്ട മകളെ വിവരങ്ങൾ മൊബൈലിലുണ്ട്, ഇല്ലേ? എത്ര സമയമാണ് ആദായം, എത്ര സമയമാണ് ബാപ്പ ഉമ്മ ആദായം. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, മിക്സി, ഗ്രൈൻഡർ എല്ലാം, അതിൻ്റെ എല്ലാം നന്ദി 1000 കൊല്ലം കൊണ്ട് തീരുമോ? 1000 കൊല്ലം നന്ദി പറഞ്ഞാൽ തീരുമോ? ഇല്ല. അതുകൊണ്ട് സമയമല്ല എന്ന് പറയരുത്. അപ്പോ മനസ്സിനെ മസ്ജിദുമായി കെട്ടിയിടുക. നമ്മൾ ഇശ നിസ്കരിക്കാൻ കാത്തു നിൽക്കുന്നു. റസൂലുള്ള പറയുന്നു നമ്മൾ നിസ്കാരത്തിലാണ്. കാരണം ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തെ കാത്തിരിക്കുന്നു. നമ്മൾ നിസ്കാരത്തിലാണ്. ആ തക്ക സമയത്തിന് കയറുന്ന കുറെ ആൾക്കാരുണ്ട്. ചന്തി കിട്ടുക ആ സമയത്തിന് കയറ്റി വെക്കുക, അല്ലേ? അതുവരെ പീഡിയക്കൊലായ്മലും അവിടെയും ഇവിടെയൊക്കെ ഒന്ന് നേരത്തെ അവിടെ നിന്നൂടെ? മസ്ജിദിന്റെ പുറത്ത് നിൽക്കുക, വെറുതെ വർത്തമാനം പറഞ്ഞു നിൽക്കുക. മയ്യത്ത് നിസ്കരിച്ചിട്ട് കബറിങ്ങ പോകാതെ തസ്ബീത്ത് ചെയ്യാതെ ഒരു 3 പിടി മണ്ണ് വാരിയിടാതെ അവിടെ ഇങ്ങനെ നിന്ന് വർത്താനം പറയാ. ഒന്നങ്ങോട്ട് കയറിക്കൂടെ? അങ്ങനെ ആ തണല് കിട്ടണം. നമ്മുടെ മനസ്സ് മസ്ജിദുമായി കെട്ടിയിടണം. നശഅ ഫി ഇബാദത്തില്ലാഹി തആല, അള്ളാഹുവിനുള്ള ഇബാദത്തിൽ വളർന്ന മനുഷ്യൻ, ചെറുപ്പക്കാരി. എന്താ ഓൻ പറഞ്ഞത് നമ്മളോട്? ആയിട്ടില്ല. സുന്നത്ത് നിസ്കരിച്ചൂടെ? അതൊക്കെ നിങ്ങള് വയസ്സെത്തികള് എന്ന് പറയുന്നുണ്ടോ? ശാബുൻ, യൗവനം. ആ 15 മുതൽ 40-50 വയസ്സ് വരെയുള്ള ആ നല്ല ചോരത്തിളക്കണ ദമ്മ് ഉള്ള ആ സമയത്ത് എന്ത് ചെയ്യണം? നശഅ ഫി ഇബാദത്തില്ല. വയസ്സായ ആൾക്കാർക്കൊക്കെ ചിലർക്കൊക്കെ തോന്നുന്നുണ്ടാവും കഴിഞ്ഞു പോയില്ലേ. ഇല്ല, ഇനിയും ഒരു യൗവനം ബാക്കിയുണ്ട്. കാരണം നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും യൗവനമാണ്. എന്നാൽ കുട്ടികളെ, യുവാക്കളെ, യുവതികളെ മനസ്സിലാക്കുക, ഇപ്പോഴാണ് അതിൻ്റെ സമയം. ആ തണല് ഇൻഷാ അല്ലാഹ്. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാത്ത ദാനം. നോട്ടീസല്ല, കൊടുത്തതെടുത്ത് പറയല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെയും പറഞ്ഞാണ്ട് എരപ്പാക്കണ്ട, കൊളാക്കണ്ട, ശാന്തമായി. അപ്പോ നമുക്ക് അന്ത്യനാളിൽ ഒരു തണല് കിട്ടിയേ മതിയാകൂ. ആ തണല് കിട്ടാൻ ഇവിടെ എന്താ മാർഗം? അതിങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇല്ലേ? അതൊന്നും ഒരു പ്രയാസമുള്ളതായിട്ട് തോന്നുന്നില്ല. ഉണ്ടോ? അതിനാൽ നമുക്ക് ആ തണൽ കിട്ടണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി കുറേ കാലമായി കാത്തിങ്ങനെ നിൽക്കുകയാണ്. ഇരിക്കണമൊന്നുമില്ല. അങ്ങോട്ട് നോക്കിയാൽ ആദം നബിനെ കാണാം. ആദം അലൈഹിസ്സലാമിന് അവസാനം ജനിച്ച കുട്ടിനെ കാണാം. ടെക്നോളജി അതാണ്. ഈ ചുമരിൻ്റെ അപ്പുറത്തുള്ള നമ്മൾ കാണുന്നില്ല. ഒരു ഗ്രൗണ്ടാണെങ്കിലും ഒരു പരിധി വരെ ഇങ്ങനെ തല കാണാം. പിന്നെ ഇങ്ങനെ ചെറുതായി ഒരു ഉറുമ്പിൻ്റെ മാതിരിയെ തോന്നും, അല്ലേ? എന്നാൽ അന്ത്യനാളിൽ അങ്ങനെയല്ല. ശരിക്ക് 60 മുഴം നീളമുള്ള നബിനെയൊക്കെ, ആദം നബിനെയൊക്കെ ശരിക്കും ഇങ്ങനെ കാണാം. അല്ലാഹുവേ അനുഗ്രഹിക്കണേ. വിചാരണക്ക് വരുന്നില്ല. ഹൽ യൻദുറൂന ഇല്ലാ യഅ്തിയഹും അല്ലാഹു ഫീ ളുലലിൻ മിനൽ ഗമാമി വൽ മലായിക, അല്ലേ? ബഖറയിലെ 208-ാമത്തെ ആയത്ത്.
എന്താ പറഞ്ഞത്? അള്ളാഹു മേഘക്കുടകളുടെ തണലിൽ മലക്കുകളും ഇങ്ങനെ വരുന്നതിനെയല്ലാതെ എന്തഞ്ഞ് കാത്തുക്കാനുള്ളത്? റബ്ബുക്ക ഒന്ന് പറഞ്ഞേ ബാക്കി ഉറക്കെ എല്ലാരും എവിടെ കുട്ടികളൊക്കെ? എല്ലാരും പറയും വൽ മലക്കു സഫൻ സഫാ. ആ ഒരു ഘട്ടം വരാൻ എത്ര നൂറ്റാണ്ടുകൾ, എത്ര കൊല്ലങ്ങൾ, എത്ര ആയിരത്താണ്ടുകൾ അറിയില്ല. അവിടെ ഒരു സെക്കൻഡ് കാത്തു നിന്നാൽ ഇവിടെ എത്രയാ? ഒന്ന് നോട്ട് ചെയ്തോളി. 211 ദിവസം. 211 ദിവസം, ഒരു സെക്കൻഡ്. അങ്ങനെ എത്ര കാലമാണ് അവിടെ കാത്തിരിക്കുന്നത് അറിയില്ല. അവസാനം ആദന്റെ പിന്നെടുക്കൽ പോകുന്നില്ലേ? പോണ്ട്. അതൊക്കെ ഞാൻ ഏറ്റു, നിങ്ങൾ പോയിക്കോളി, ഞാൻ പറഞ്ഞോളാം എന്നാണോ? അല്ല, ഞാൻ പറയില്ല റബ്ബിനോട് വിചാരണക്കെടുക്കാൻ. ഞാൻ പറയില്ല ശുപാർശ. എന്തേ പ്രശ്നം? ഞാൻ ആ ആപ്പിള് തിന്ന ആളാണ്, വിലക്കപ്പെട്ട കനി തിന്ന ആളാണ്. നൂഹ് അലൈഹിസ്സലാം ഞാൻ എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിച്ച ആളാണ്. എന്നാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചൂടെ? ഇല്ല, ഓൻ പഴച്ചു, ഓൻ അമല് ശരിയില്ല. എന്നിട്ടത് നൂഹ് നബി പ്രാർത്ഥിച്ചു. എല്ലാ നബിമാരും ഓരോ കാരണം പറഞ്ഞു. എന്തിന്? റബ്ബിന്റെ അടുക്കൽ പോകാനുള്ള ധൈര്യമില്ല. നമ്മുടെ കൂട്ടത്തിൽ എന്താ പറയുക? ഞാനോ അതൊക്കെ ഞാൻ ഏറ്റുന്ന്, വാപ്പാന്റെ വാപ്പ മുജാഹിദ എന്ന് പറയുന്നവരോ കർമ്മധർമ്മങ്ങളെപ്പറ്റിയുള്ള നല്ല ആത്മവിശ്വാസമുള്ളവരോ ഒക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകാം. അവർക്ക് മുമ്പിൽ ഇതാ ആ ചരിത്രം, അവർക്ക് മുമ്പിൽ നമുക്ക് ഈ ചരിത്രം വീണ്ടും വായിക്കണം. എന്താ ഓരോ നബിമാരും പറയുന്ന കാരണം? അവസാനം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. ഇനി എവിടേക്കാ പോവുക? ഇനി എവിടേക്കാ പോവുക? ഖാദിയാനിന്റെ അടുത്തേക്കോ? കള്ളപ്രവാചകന്റെ അടുത്ത്? ഇന്നലെ ഈ മൊബൈലിലേക്ക് ഒരു സഹോദരന്റെ മെസ്സേജ്, ഞാൻ നബിയാണ്, അദ്ദേഹം നഊദു ബില്ലാഹ്, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോ അവിടേക്കൊന്നും പോകാൻ കഴിയില്ലല്ലോ. അവസാനം റസൂലുള്ളാഹി അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുന്നു. കൊല്ലം എത്രയാണെന്ന് അള്ളാഹുവിന് മാത്രം അറിയാവുന്ന കാലം. അങ്ങനെ അള്ളാഹുവിന്റെ സമയമെത്തിയപ്പോൾ അള്ളാഹു പറയുന്നു, യാ മുഹമ്മദ് ഖും, എഴുന്നേൽക്ക്, സൽ, ചോദിക്ക്, തുജബ്, ഉത്തരം തരാ. അപ്പൊ എന്താ പറഞ്ഞത്? ആ മറ്റേ ഉസ്താദിന്റെ കീഴിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് സ്വർഗത്ത് കായിക്കൊള്ളിയും എന്നാണോ? അല്ല, അള്ളാഹുവെ വിചാരണക്കെടുക്കണം. വിചാരണക്കെടുത്ത എന്താ ഉണ്ടാകുക? സ്വർഗത്ത് പോകാനുള്ള സ്വർഗത്തുക്കാവും. അതാണ് ഏറ്റവും വലിയ ശുപാർശ. 14 തരം ശുപാർശയുണ്ട് അല്ലേ? അതുകൊണ്ട് ആ സമയത്താണ് വിചാരണ നടക്കുന്നത്. റബ്ബുക വൽ മലക്കു സഫൻ സഫാ. ആ സമയത്ത് വിചാരണ എന്ന് പറഞ്ഞാൽ എന്താ? ജഡ്ജിന്റെ മുമ്പിൽ എത്തിയാ പിന്നെന്താ വക്കീൽ ചെയ്യുക? തലങ്ങും വിലങ്ങും അല്ലേ? ചോദിച്ച് വെള്ളം കുടിപ്പിക്കൂലേ? അങ്ങനെ ചെയ്താൽ ആരെങ്കിലും സ്വർഗത്ത് പോവോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുന്നു, കടുക് കീറി വിചാരണ ചെയ്താൽ ശിക്ഷ ഉറപ്പാണ്. അള്ളാഹുവേ കാത്ത് രക്ഷിക്കണേ. നമ്മളെ റിക്കാർഡ് ഒന്ന് നോക്കിയിട്ട് പൊയ്ക്കോ എന്ന് പറയണം. അതിനെന്താ മാർഗം? കൈക്കൂലിയ? പ്രസിഡന്റാ? സെക്രട്ടറിയാ? മൗലവിയാ? MSM, MGM, ISM, KNM ആവുന്നല്ല. പിന്നെ അള്ളാഹ്ക്ക് കണ്ട് ഇഷ്ടപ്പെടണം. അള്ളാഹ് ഇഷ്ടപ്പെടാൻ മാത്രം മുതല് നമുക്കുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഉള്ളിൻ്റെ ഉള്ളിലും പുറത്തിൻ്റെ പുറത്തുണ്ടാകണം. ചില ആളുകൾ വിചാരിക്കും, ലാ യൻളുറുല്ലാഹു ഇലാ ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ സുവരിക്കും വലാ അജ്സാമിക്കും എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ശരിക്ക് മെല്ലെ ചെല്ലിയാൽ മതി, പക്ഷെ ചെല്ലണം. എന്താ പറഞ്ഞത്? അള്ളാഹു നിങ്ങളുടെ മുഖങ്ങളിലേക്കോ നിങ്ങളുടെ രൂപങ്ങളിലേക്കോ അല്ല നോക്കുക. വലാക്കിൻ യൻളുറു ഇലാ, ബാക്കി പറയും,
ഇലാ ഖുലൂബിക്കും. അവിടെ ഉറച്ചു നിൽക്കുകയാണ് പലരും. അള്ളാഹു ഹൃദയം കൊള്ളയാണ് നോക്കുക. അപ്പൊ ഹൃദയത്തിലുള്ളതൊക്കെ അള്ളാഹ്ക്കറിയാ. അപ്പോ സക്കാത്ത് കൊടുക്കാത്തപ്പോഴും എന്താ ഹൃദയം? താടി വടിക്കുമ്പോ എന്താ നിയ്യത്ത്? അള്ളാഹുവേ, ഞാൻ നിന്റെ റസൂലിന്റെ കൽപ്പന അനുസരിക്കുന്നോ ഇല്ലാന്നോ? എന്താണ്? ശരി. അപ്പോ ആ ഹദീസ് അങ്ങനെ തന്നെയാണെന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഒരു ബാക്കിയൊരു കഷ്ണം കൂടി ഉണ്ട്. അതൊന്ന് പറഞ്ഞേ. ഉറക്കെ പറയും. വഅമാലിക്കും, അള്ളാഹു നിങ്ങളുടെ കർമ്മത്തിലേക്കും ഹൃദയത്തിലേക്കുമാണ് നോക്കുക. മനസ്സിലായോ? ഒന്ന് പറഞ്ഞേ. വഅമാലിക്കും പറയൂ ഉറക്കെ. ഇനി മറക്കണ്ട. അതിനാണ് ആ ഹദീസിന്റെ ഒരു ഭാഗം മാത്രം പറഞ്ഞാൽ ഒരു കട്ടീതമായിരി ഉണ്ടാവും. ഇതും കൂടി പറഞ്ഞാലോ നമ്മളെ നേരെയാണ് ആ ഹദീസ് വരുന്നത്, അല്ലേ? അപ്പൊ ഇങ്ങനെ മറച്ചു വെച്ചാ പോരാ. ഉള്ളും പുറവും നന്നാകണം. അപ്പൊ നമ്മളെ വിചാരണ എങ്ങനെ നടക്കണം? ഇന്നമാ ദാലിക അൽ അറളു, ഒന്ന് ഒറ്റനോട്ടം നോക്കലാണ്. നോക്കിയിട്ട് പൊയ്ക്കോന്ന് അത് പറയണമെങ്കിൽ അതിന് മാത്രം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടണമല്ലോ. അള്ളാഹ്ക്ക് വെറുപ്പുള്ള ഒരാളോടാവുമോ അള്ളാഹു ഇത് പറയുന്നത്? അതിനാൽ അള്ളാഹു ഇഷ്ടപ്പെടാൻ എന്താ മാർഗം? തെറ്റുകൾ ഉണ്ട്. അള്ളാഹു തെറ്റ് ചെയ്ത ആളുകളിൽ തൗബ ചെയ്തവരെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ തൗബ ഉണ്ടാകണം ശരിക്കല്ലേ. മുത്തതഹിരീൻ, ശരിക്ക് ശുദ്ധി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ആയത്തുകൾ ഇങ്ങനെ ഒന്ന് മറിച്ചു നോക്കുക. അതിൽ നമ്മൾ പെടുമോ? ഇവിടെയാണ്. അപ്പൊ ആ മരണം, ഖബറ്, അന്ത്യനാള്, വിചാരണയുടെ സമയത്ത് അള്ളാഹു ഒരാളെ ഇങ്ങോട്ട് വാ അടുത്തേക്ക് വിളിച്ചു. കാതിൽ സ്വകാര്യമായി ചോദിക്കുന്നു, എടി നീ ഇന്ന ദിവസം ഇന്ന കാര്യം ചെയ്തില്ലേ? ചെയ്തില്ലേ? എന്തെങ്കിലും പറയാണ്ടോ? ഒന്നും പറയാറില്ല. ഉണ്ടോ? അള്ളാഹിനോട് മറുത്തെന്തെങ്കിലും പറയാണ്ടാവോ? ആരും അറിയാതെ പാതിരാവിൽ തെറ്റ് ചെയ്യാൻ സന്ദർഭമുണ്ടായപ്പോൾ ആ തെറ്റ് ചെയ്ത ആള് ഒക്കെ സമ്മതിക്കേണ്ടി വരികയാണ്. അപ്പൊ ഈ ആൾക്ക് ഉറപ്പായി നരകത്ത് കാണുന്നു. പക്ഷേ അള്ളാഹു പറയുന്നു, അത് ആരും അറിഞ്ഞിട്ടില്ല, ഞാൻ ഇന്നത് പരസ്യമാക്കുന്നില്ല, നീ സ്വർഗത്ത് പോയിക്കോ. അള്ളാഹുവേ കാത്ത് രക്ഷിക്കണേ, അനുഗ്രഹിക്കണേ. നമ്മൾ അതിൽ പെടുവോ? അങ്ങനെ ഒരാളെ അള്ളാഹു മാടി വിളിക്കണമെങ്കിൽ കോടി പുരുഷാരത്തിൽ നിന്ന് ഒരാണിനെയോ പെണ്ണിനെയോ അള്ളാഹു മാടി വിളിക്കണമെങ്കിൽ അള്ളാഹ്ക്കൊരിഷ്ടം വേണ്ടേ? വേണം. എന്താ മാർഗം? അപ്പൊ അവിടെയും നമുക്കൊരു പിടുത്തം വേണം, അല്ലേ? അല്ലാഹു അക്ബർ. വിചാരണ നടക്കുകയാണ്. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. എല്ലാവരും വരുമ്പോ ഒറ്റക്ക് വണ്ടിയോട്ടിയ നമ്മളാ. വണ്ടിയില്ലാതെ ബസ്സിന് പോന്നതാണ്. ഇപ്പോഴും ബസ്സിനാ യാത്ര കേട്ടോ. ഇപ്പോഴും ബസ്സിനാണ് യാത്ര. അതാ ലേശം നേരം വെക്കണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോ അങ്ങനെയൊക്കെയാണ്. പരലോകത്ത് ചെല്ലുമ്പോ വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. ഡ്രൈവറും ഉണ്ട് കൂടെ, തേരാളിയുണ്ട്, സാരഥിയുണ്ട് കൂടെ, വശഹീദ് സാക്ഷിയുണ്ട്. അങ്ങോട്ടൊക്കെ നോക്കി, ആരും കണ്ടിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല, പക്ഷേ തൊലിയുണ്ട്. ലിമ ശഹിത്തും അലൈന, നിങ്ങളെന്താ ഞങ്ങൾക്കെതിരായി സാക്ഷി പറഞ്ഞത്? നമ്മൾ തേച്ച് മിനുക്കി പൗഡറിട്ട് കൺമഷിയിട്ട് അതാക്കി ഇതാക്കി നടന്ന ഈ തൊലിയാണ് അള്ളാഹുവിനോട് പറയുന്നത്, പടച്ചോനെ എൻ്റെ യജമാനൻ ഇന്ന സമയത്ത് ഇന്നത് ചെയ്തിട്ടുണ്ട് എന്ന്. കയ്യാണ് പറയുന്നത്. തുകല്ലിമുന ഐദീഹിം വതശ്ഹദു അർജുലുഹും, കാലാണ് സാക്ഷി നിൽക്കുന്നത്. എങ്ങോട്ടും പോണ്ട. ആ സന്ദർഭത്തിൽ
നമുക്ക് അനുകൂലമായൊരു സാക്ഷി വേണ്ടേ? വേണ്ടേ? അങ്ങനെ അല്ല എന്ന് റബ്ബിനോട് പറയാനല്ല, ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് പറയാൻ സാക്ഷി വേണോ വേണ്ടേ? വേണം. എത്ര സാക്ഷി ഉണ്ടാവും? എത്ര ആളെ പരിചയമുണ്ട്? മൊബൈലിൽ എത്ര നമ്പർ ഉണ്ട്? മൊബൈലിൽ എത്ര നമ്പർ ഉണ്ട്? 100, 1000, 10000 അല്ലേ? എത്ര ആളെ പരിചയമുണ്ട്? സമ്മേളനത്തിന് കുറേ ആൾക്കാരെ പരിചയമുണ്ട് അല്ലേ? പക്ഷെ അവിടെ ഇങ്ങനെ ഇരുന്നാൽ കിട്ടുമല്ലോ. ഒരു വളണ്ടിയറൊക്കെ അയക്കണമെങ്കിൽ കുറെ ആൾക്കാരുണ്ട്. മക്കത്ത് പോയിട്ടില്ലേ? ഉണ്ട്. അവരൊക്കെ ഓർമ്മ ഉണ്ടോ? ഇല്ല. ആരെങ്കിലും ഓർമ്മ ഉണ്ടോ? എത്ര ആൾക്കാരെ അടുത്ത് നിൽക്കണ്? ഇന്ന് ളുഹുർ നിങ്ങളെ മഗ്‌രിബിനെ കൂടെ അടുത്താരെയൊന്നും ഓർമ്മ ഉണ്ടാവൂലേ? മക്കത്തുനിന്നോ എത്രയോ ആൾക്കാരെ കൂടെ നിന്നിട്ടുണ്ട് അല്ലേ? 5 നേരം ജമാഅത്തായി എവിടെയാണെങ്കിലും ആ മസ്ജിദ് കയറി, തൗഹീദിന്റെ മസ്ജിദ് കയറി ജമാഅത്തായി നിസ്കരിച്ചിക്കണമെങ്കിൽ അടുത്തിക്കണ ആളുണ്ട്. പക്ഷെ ഓലെ ആരും ഓർമ്മല്ല. ബേജാറാകണ്ട, എല്ലാം ഓർമ്മ ഉണ്ടാവും. എല്ലാം ഓർമ്മ ഉണ്ടാവും. ഓലൊക്കെ സാക്ഷി പറയും, നമ്മളും സാക്ഷി പറയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ജമാഅത്ത് നിസ്കാരം ഉമ്മ, പെങ്ങളെ, മകനെ, ഭാര്യ, ഭർത്താവെ കളയണ്ട, കളയണ്ട. സമ്മേളനങ്ങൾ കളയണ്ട, സദസ്സുകൾ കളയണ്ട, ക്ലാസ്, ആ അന്തവിഷയം തൗഹീദ്, അതിപ്പോൾ നമ്മളെന്നും കേൾക്കണല്ലേ. അതിപ്പോ അത്യാവശ്യം വേറുണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് നീങ്ങണ്ട. അതും ഒന്ന് കയറി ഇരുന്ന് പോവുക. അപ്പൊ അവിടെ ആ സദസ്സ് സാക്ഷിയായി. അങ്ങനെ സാക്ഷിയോട് സാക്ഷി, സാക്ഷിയോട് സാക്ഷി അല്ലേ? ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും, അല്ലാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് സാക്ഷി. വതകൂനു ശുഹദാഅ അലന്നാസ്, തകൂനു ശുഹദാഅ അലന്നാസ്, ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷി. അങ്ങനെ അപ്പൊ അവിടെ നമുക്ക് കുറച്ച് ആളെ കിട്ടണം. വേണ്ടേ? വേണ്ടേ? ഇന്നലെ മരണം നടന്നില്ലേ? നിങ്ങൾ പോയോ? നിങ്ങൾ പോയോ? അറിഞ്ഞോ? അറിഞ്ഞോ? കമ്മിറ്റി പ്രസിഡന്റ് ആണെങ്കിൽ പോകാതിരിക്കണേ എങ്ങനെയാ എന്ന് വിചാരിച്ചിട്ടും പോവും, അല്ല പോണമെന്ന് വിചാരിച്ചിട്ടും പോവും അല്ലേ? ചിലപ്പോൾ ചില ആൾക്കാർ പറയും, അല്ല മരിച്ചിട്ട് നിങ്ങളവിടെ കണ്ടില്ലല്ലോ, നിങ്ങളൊക്കെ നേതാക്കന്മാരല്ലേ എന്ന് ചോദിക്കും. അങ്ങനെയൊന്നല്ല. നമുക്ക് പോണം, നമുക്ക് പോണം. മയ്യത്ത് നിസ്കരിക്കണം. ഇവിടെ 100 റുപ്യന്റെ സാധനം 50 റുപ്യക്ക് അപ്പുറത്ത് കിട്ടുന്നു, പോവില്ലേ? ഇത് ഒരു ഖീറാത്താണ്, ഒരു ഖീറാത്താണ്. ഉഹുദ് മല കണ്ട ആൾക്കാരൊക്കെ ഒന്ന് കയ്യൊന്തിച്ചാണി, ശരിക്ക് കയ്യൊന്തിക്ക്. വേഗം വേഗം. ഉണ്ടല്ലേ? എത്ര ഹെക്ടർ ഉണ്ട് ഇല്ലേ? എത്ര ഹെക്ടർ ഉണ്ട്? ഏക്കറയാ? അല്ല, ഹെക്ടർ കണക്കിനുണ്ട്. ഒരു മയ്യത്ത് നിസ്കാരത്തിന് പോയാൽ എത്ര മിനിറ്റാ വേണ്ടി? പോകാത്തതിനെ പറ്റിയാണ്, പോയതിനെ പറ്റി ഉണ്ട്, സാക്ഷി ഉണ്ട്. ആ സാക്ഷി ഉണ്ടാകുമ്പോൾ എന്തുവാണെന്നറിയോ? മിണ്ടാതെ നടക്കണേ. അസ്സലാമു അലൈക്കും, വലൈക്കും സലാം, എത്ര കാലമായി കണ്ടിട്ട്, അതൊന്നും പറയരുത്. മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ മിണ്ടാതെ. ആ മയ്യത്ത് കട്ടിലിൽ ഞാനാണ്, ആ മയ്യത്ത് കട്ടിലിൽ നമ്മളാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ആലോചിക്കണം. പെണ്ണുങ്ങൾക്കുണ്ട് കൂലി, അവർ വീട്ടിലിരുന്നാലും. കാരണം അവർക്ക് അനുവാദമുണ്ടെങ്കിൽ അവർ പോരുമായിരുന്നു. അങ്ങനെ ഈമാനുള്ള പെണ്ണുങ്ങൾക്ക് ഞാൻ പോണില്ല, അതൊക്കെ ആണുങ്ങൾ പോയിക്കോട്ടെ എന്നല്ല. മയ്യത്ത് നിസ്കാരത്തിന് അവിടെ എത്തണം. എവിടെ എത്തണം? വീട്ടിലെത്തണം. വീട്ടിൽ നിന്ന് മയ്യത്തിന്റെ കൂടെ പോരണം. മയ്യത്ത് ചുമക്കണം, മയ്യത്ത് ചുമക്കണം. എന്നിട്ടോ നിസ്കരിക്കണം. എന്നിട്ട് കബറിങ്ങ പോണം. എന്നിട്ട് തസ്ബീഹത്ത്, മണ്ണിടണം. അപ്പോ മഴക്കാലാണ്, കുപ്പായം കുറച്ച് തിരക്കടില്ലാത്താണ്. അപ്പൊ എന്താ കാട്ടുക? അതുകൊണ്ട് മണ്ണിടണ്ടെന്ന് വിചാരിക്കണ്ട, ഇട്ടളീൻ. സാക്ഷി, സാക്ഷി. നിങ്ങൾ മയ്യത്തിരുന്ന് മണ്ണിടുന്നത് 2 ആള് കണ്ടു, 10 ആള് കണ്ടു. തസ്ബീത്ത് കുറച്ചാണ് കഴിയുമ്പോഴത്തേനും മടുക്കും അല്ലേ? ആയിക്കോട്ടെ. നമുക്ക് നമ്മൾ മരിച്ചാൽ നമ്മളെ മയ്യത്ത് അവിടെ വെച്ചിട്ട് തസ്ബീത്ത് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് മടുത്താൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ വല്ലാതെ നീട്ടൊന്നും വേണമെന്നില്ല. സമയക്കുറവുണ്ടാവും. 3 പ്രാവശ്യം 10 പ്രാവശ്യം ചെയ്തിട്ട് മടങ്ങിക്കോളി. അതൊക്കെ സാക്ഷി, 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 സാക്ഷി. എല്ലാത്തിനും. പറമ്പുണ്ടോ? ആർക്കെങ്കിലും പറമ്പുണ്ടോ? പറമ്പ് പോലുണ്ടല്ലോ. അവിടെ ബാങ്ക് കൊടുത്ത പിന്നെ നിസ്കരിക്കാന്നല്ല. ചളിയുണ്ട്, കുഴപ്പമില്ല, ചളി ഉണ്ടായിക്കൊണ്ട് നിസ്കരിക്കാം. ഉമ്മയും പെങ്ങളൊക്കെ പോകുമ്പോൾ ശരിക്കും മക്കനെയും ഫുൾക്കൈയും ഒക്കെ വേണം.
എവിടെ ഇറങ്ങുമ്പോഴും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും, വീട്ടിൽ അളിയാക്കുണ്ടാവുമ്പോഴും. അളിയാക്ക അന്യനാണ്, ജ്യേഷ്ഠത്തിന്റെ ഭർത്താവ് അന്യനാണ്, അനുജത്തിന്റെ ഭർത്താവ് അന്യനാണ്. അപ്പോഴൊക്കെ മക്കനെയും ഫുൾ കൈ വേണം. അവിടെ പോകുമ്പോ സമയായാൽ റസൂലുള്ളാഹി അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്നക തുഹിബ്ബുൽ ഗനമ വൽ വാദിയ, നിനക്ക് ഇഷ്ടല്ലേ ആടുമാടുകളെയും പിന്നെ താഴ്വരകളെയൊക്കെ? അവിടെ എത്തിയാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഉറക്കെ ബാങ്ക് കൊടുക്കുക. അത് കേൾക്കുന്ന മനുഷ്യര്, മൃഗങ്ങള്, ഷജറ്, ഹജറ് ഒക്കെ സാക്ഷി നിൽക്കും. അല്ലാഹു അക്ബർ. എന്താ ഇതൊക്കെ? ബാങ്ക്. ട്രെയിനിൽ നിന്ന് നിസ്കരിക്കാത്ത കുറെ ആൾക്കാരെ, കള്ള മുജാഹിദുകളെ കണ്ടിട്ടുണ്ടോ? ഇല്ലേ? പറ. ബസ്സിന്ന് സുബഹിന്റെ സമയമായി ഒരു മുജാഹിദ് പള്ളിയിൽ, മെല്ലെ പറയട്ടോ, മൈക്ക് അല്ല ക്യാമറ ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല, ഇമാമോ മറ്റോ, വലത്തെ കൈ അങ്ങനെ വലത്തെ കൈ കൊണ്ട് കുടിക്കണം എന്ന് പറഞ്ഞാണേ കേട്ടാ. അപ്പോ സുബഹി നിസ്കരിക്കുന്നില്ല. അടുത്തിരിക്കുന്ന ആള് സുബഹി നിസ്കരിക്കുന്നുണ്ട്, കാരണം ഇറങ്ങാൻ നിവൃത്തിയില്ല. അപ്പോൾ അദ്ദേഹം നിസ്കരിക്കുന്നില്ല. എന്തേ? ഒന്നുമില്ല, ബസ്സല്ലേ, നമ്മൾ മാന്യന്മാരല്ലേ, നമ്മൾ അള്ളാന്റെ അടിമകളാണ്. ഉറക്കെ ബാങ്ക് കൊടുക്കുക, ട്രെയിനിലായാലും ബാങ്ക് കൊടുക്കുക, ഇക്കാമത്ത് കൊടുക്കുക, സുന്നത്ത് നിസ്കരിക്കുക, സുബൈന്റെ സുന്നത്ത്, ബാക്കിയുള്ളതൊന്നും നിസ്കരിക്കുക. പണ്ടൊക്കെ നമ്മൾ നിസ്കരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന അമുസ്ലിം സഹോദരങ്ങൾക്കൊക്കെ ഒരു ഒതുക്കം, ഒരു ബഹുമാനം ഇല്ലേ? ഇപ്പം അത്ര കാണുന്നില്ല. ശരിയാ, നമ്മളും അതിന് കാരണക്കാരല്ലേ? നമ്മളെ സ്വഭാവവും നമ്മളെ പെരുമാറ്റവും അതിന് കാരണമായിട്ടില്ലേ? ചിന്തിക്കുക. എന്തായാലും അവരെന്ത് പറഞ്ഞാലും ശരി, സ്കൂളാണ്, ആനിവേഴ്സറിയാണ്, യൂത്ത് ഫെസ്റ്റിവലാണ്, കോളേജാണ്, ഒക്കെ ശരിയാ, അള്ളാന്റെ ഭൂമിയാണിത്, വേറെ ആരെയും ഭൂമിയല്ല. നിസ്കരിക്കണം. അപ്പം എത്ര ആൾക്കാർ കണ്ടു? ആ ഹിന്ദുവും ആ ക്രിസ്ത്യാനിയും ആ നിരീശ്വരവാദിയും കണ്ട് കളിയാക്കി ചിരിച്ച് ഒക്കെ ആയി അല്ലേ? എന്നാൽ പരലോകത്ത് ചെല്ലുമ്പോൾ നിസ്കരിക്കണത് ഞാൻ കണ്ടു എന്ന് സോമൻ, ഗീത, മേരി പറയും. താടി ഇങ്ങനെ കാറ്റിലാടുമ്പോ ചപ്രത്താടി എന്നോ അല്ലെങ്കിൽ കുറ്റിത്താടി എന്നൊക്കെ ആൾക്കാർ പറയും അല്ലേ? പക്ഷേ പരലോകത്ത് ചെല്ലുമ്പോ ഈ താടി കണ്ട ആൾക്കാർ സാക്ഷി പറയും. എല്ലാം ഒന്നല്ല, എത്രയൊക്കെ ഉണ്ടോ അതെല്ലാം സാക്ഷിയാണ്. അപ്പൊ നമുക്ക് മുതലാക്കണം. സദക്ക അത് കിട്ടിയ ആൾക്കാർ അറിഞ്ഞിട്ടില്ല. ഒരു നാട്ടിൽ കുറെ പാവപ്പെട്ട വീടുകളുടെ പുറത്ത് രാവിലെ അവർ എഴുന്നേറ്റ് നോക്കുമ്പോൾ, സുബഹിക്ക് മസ്ജിദിൽ പോകാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഗോതമ്പിന്റെ ചാക്ക്. ആരാ കൊണ്ടുവന്ന് വെച്ചത് അറിയില്ല. ആൾക്കാർ തിന്നു. എന്നിട്ട് ഒരാൾ മരിച്ചു, ഒരു മുതലാളി മരിച്ചു. കുളിപ്പിക്കാൻ നോക്കുമ്പോ ആണുങ്ങൾ കണ്ടു എന്ത്? ഇയാളുടെ പുറത്ത് ചാക്കേറ്റിയ പാട്. അപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത്, ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ പത്തായത്തിൽ നിന്ന് വേലക്കാരെ വിളിക്കാതെ, ഭാര്യയെ വിളിക്കാതെ, മക്കളെ വിളിക്കാതെ ചാക്കേറ്റിയിട്ട് പാവപ്പെട്ട വീടുകളിൽ ചെന്ന് മുട്ടി വിളിക്കാതെ പുറത്ത് വെച്ച് പോയി. എന്തിന്? ആ ആളാണെന്ന് അറിയാതിരിക്കാൻ. പക്ഷേ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് 2025 ഏപ്രിൽ മാസം 24-ാം തീയതി ഇതാ പരപ്പനങ്ങാടി ഒട്ടുമ്മൽ സലഫി മസ്ജിദിൽ ആ സംസാരം നമ്മൾ കേൾക്കുകയാണ്. നമ്മൾ സാക്ഷി. അതുകൊണ്ട് ആള് കാണാതെ എങ്ങനെ കൊടുക്കുക എന്നൊന്നും വിചാരിക്കണ്ട. കാണേണ്ടതൊക്കെ കാണണം, കാണാത്തൊന്നും കാണണ്ട. അപ്പോ ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള ചുംബനവും സംസാരവും, ഭർത്താവിന് കൊടുക്കാനുള്ള ചുംബനവും സംസാരവും, ഇടപെടലും ഇടപാടുകളും എല്ലാം കൈ കൊടുക്കല് അടുത്തുണ്ടെങ്കിൽ ഒന്ന് കൈയാണ് കൊടുത്തളി.
ആ കൈ ഇങ്ങനെ സാക്ഷിയാണ് കേട്ടോ, ഇനിയൊന്നും പറയാൻ ബാക്കിയില്ല. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് കണക്ക് കൂട്ടിയിട്ട് ഒരു കരുണാ കടാക്ഷം, റബ്ബിന്റെ ഒരു തിരനോട്ടം, റബ്ബിന്റെ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കണം. അത് നമ്മൾ ഉറച്ച തീരുമാനം എടുക്കണം. എന്തായാലും വിചാരണ കാര്യമായി ഇല്ലാതെ എങ്ങനെയെങ്കിലും എന്നല്ല, നല്ല നിലക്ക് സ്വർഗത്തേക്ക് പോണം. അങ്ങനെ ആ സാക്ഷികളെയെല്ലാം വിസ്തരിച്ച് മുന്നോട്ട് പോകുമ്പോൾ തെറ്റായ സാക്ഷികളുണ്ട്. പണമായി, പണ്ടമായി, പറമ്പായി, അറയായി, വിസയായി, ജോലി വാഗ്ദാനമായി, സ്ത്രീധനം കൊടുത്ത പിശാചിന്റെ കല്യാണത്തിൽ ആ പെണ്ണിന്റെ കണ്ണുനീരിൽ കുതിർന്ന പെണ്ണിന്റെ വാപ്പാന്റെ വിയർപ്പിൽ കുളിച്ച, ബിരിയാണി പള്ള നിറച്ച് ഏമ്പക്കം വിട്ട നമ്മളിൽ ചിലർ, എല്ലാവരും അതിന് പോവില്ല, നാണൊമ്മാനുള്ള ആൾക്ക് പോകാൻ പാടില്ല. അപ്പോ സാക്ഷിയാണ്. എന്തിന്? ആ തെറ്റിന് സാക്ഷി. ആ നിക്കാഹിൽ പങ്കെടുക്കുമ്പോൾ ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ തെറ്റിന് സാക്ഷി. ബാങ്കിൽ ചെന്ന് പലിശ കൊടുത്തപ്പോൾ പലിശ വാങ്ങിയിട്ടില്ലല്ലോ എന്ന് കള്ള മുജാഹിദ്. കാരണം കൊടുക്കലും വാങ്ങലും ഇസ്ലാമിൽ ഒന്നാണ്. കണക്കെഴുതലും സാക്ഷി നിൽക്കലും കൊടുത്ത പോലെയാണ്, വാങ്ങിത്തുന്ന പോലെയാണ്. ആ കൊടുക്കുമ്പോൾ വേറെ ആരെയും കൂട്ടിയിട്ടൊന്നുമില്ല, ഒരു ചേപ്ര, ഒരു ചെറിയൊരു മടി ഉണ്ടാവുമല്ലോ. പക്ഷേ ബഹുമാനപ്പെട്ട പിശാചായ ബാങ്ക് മാനേജർ നാളെ പരലോകത്ത് പറയും, ആ മുജാഹിദ് മസ്ജിദിൽ പോണ മനുഷ്യൻ പടച്ചോനെ എൻ്റെ അടുത്തുനിന്ന് വന്നിട്ട് ആ പലിശ തന്നിരുന്നു. അതുണ്ടല്ലോ. ബാർബർ പറയാണ്, ആ നല്ല താടി വടിച്ചു പോയി മനുഷ്യൻ. ആ കൈക്കൂലി സ്വകാര്യമായിട്ട് ആരും അറിയാതെയാണല്ലോ കൊടുത്തത്. അയാൾ പരസ്യമാക്കൂല, ഇന്ന് നാളെ പരസ്യമാക്കും. സിനിമ, ഗാനമേള, ഒപ്പന, ഏതായാലും എല്ലാം യൗമത്തുബില സറായിർ, രഹസ്യങ്ങളെല്ലാം പരസ്യമാകുന്ന ദിവസമാണ്, സന്ദർഭമാണ്. അപ്പൊ ഈ സാക്ഷികളെ എന്ത് ചെയ്യാൻ കഴിയും? പറയരുതിട്ടോ. നമ്മളെ തെറ്റായ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു, ഭാര്യ അറിഞ്ഞു, ഭാര്യയോട് പറഞ്ഞു മാനം കാക്കണം, ആരോടും പറയരുതെന്ന്. ഓക്കെ, നാളെയോ പരലോകത്ത് ചെല്ലുമ്പോ ഈ നാവല്ല നാവ്, ഈ കൈയാണത്. അപ്പോ പറയാതിരിക്കാൻ കഴിയില്ല, സാക്ഷി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് വജ്തനിബു ഖൗല സൂർ, കള്ളസാക്ഷ്യം ഒഴിവാക്കുക. നമുക്കതിനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകരുത്. അപ്പോ ആരും കണ്ടില്ലെങ്കിലും യൗമഇദിൻ തുഹദ്ദിസു, പറയൂ, അഖ്ബാറഹ. ആര്? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. ഭൂമി കണ്ടിട്ടില്ലേ? അല്ലേ? ഭൂമി കണ്ടിട്ടില്ലേ? ഉണ്ട്. തൊലി കണ്ടിട്ടില്ലേ? ഉണ്ട്. ആ തെറ്റുകളുടെ സാക്ഷ്യം ഒഴിവാക്കാൻ എന്താ മാർഗം? മാപ്പു സാക്ഷിയാക്കാൻ എന്താ മാർഗം? പരപ്പനങ്ങാടി കോടതിയൊക്കെ ഉണ്ടല്ലോ അല്ലേ? മാപ്പു സാക്ഷിയാക്കാൻ എന്താ മാർഗം? തൗബ, റബ്ബിനോട് പറയാം. അല്ലാഹ് സ്വീകരിക്കോ? യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപവും അള്ളാഹു സ്വീകരിക്കും, പാപം അള്ളാഹു പുറത്തു തരും. പക്ഷെ എന്ത് വേണം? നമ്മൾ നിഷ്കളങ്കമായി പ്രാർത്ഥിക്കണം. പിന്നെയും തെറ്റ് ചെയ്താലോ പിന്നെയും പ്രാർത്ഥിക്കന്നെ, തൗബ ചെയ്യന്നെ. ഏതായാലും അതൊക്കെ തട്ടിക്കീച്ച് നമുക്ക് 51% മതിയോ? അതുപോരാ. സദ്ദിദു വഖാരിബു, നേർക്ക് നേരെയാകുവിൻ, പൂർണ്ണതയോട് അടുത്തു നിൽക്കുവിൻ. 100% ആയില്ലെങ്കിലും 99.25, 99, 98, 97, 95 അങ്ങനെയാണ് റസൂല് പറയണത്. നമ്മളിടയിൽ ഒരു സ്വകാര്യ വർത്താനം ഉണ്ടായ എന്താ? ഒരു 51% ആയാൽ മതിയാവുന്നു അല്ലേ? അത്രയൊക്കെ മദീനേ. ഓനിപ്പോ തഖ്വ കൂടിയേക്കാണ്, ഓക്ക് ഈമാൻ കൂടിയേക്കാണെന്ന് പറയും. ഒരു പെണ്ണ് മുഖം മറച്ച് നടക്കുകയാണെങ്കിൽ കോത്താമ്പിന്നൊന്നും പറയണ്ട, മോശപ്പെട്ട കാര്യമൊന്നുമല്ല അത്, മോശമുള്ള കാര്യമൊന്നുമല്ല അത്. കയ്യിൽ സോക്സ് അണിയാണ്, കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. വെള്ള വസ്ത്രം ധരിക്കുകയാണ് നമ്മള്, കുഴപ്പമുള്ള കാര്യമല്ല. എത്തിക്കാഫ്
നല്ല കാര്യങ്ങളല്ലേ. അതുകൊണ്ട് അറിയാതെ ഒന്നും പറയാൻ നിൽക്കണ്ട, അറിയാതെ ഒന്നും പറയാൻ നിൽക്കണ്ട. ശരിക്ക് പരിശോധിക്കണം. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചത് തന്നെ പലതും അബദ്ധമുണ്ടാകും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുമുണ്ടാകും, ഇല്ലേ? ഉണ്ടാകാം. അപ്പോ ദീന് എത്ര അധികമായാലും അതൊന്നും അധികം ആവുകയില്ല. അപ്പൊ എന്ത് വേണം? നമുക്ക് സാക്ഷികൾ അനുകൂലമായി ഉണ്ടാകണം, തെറ്റായ സാക്ഷികൾ നമുക്കില്ലാതെ ആകണം. നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ അള്ളാഹുവിൻ്റെ വിചാരണ നടന്ന് കഴിഞ്ഞ് നമ്മളാ പാലത്തിൻ്റെ മുകളിലൂടെ പോവുകയാണ്. നമ്മുടെ സംസാരം അവസാനത്തിലേക്ക് കിടക്കുകയാണ്. 1 മണിക്കൂർ മതിയാവുമല്ലോ അല്ലേ? സമയം പറയണം. പാലത്തിൻ്റെ അവിടേക്ക് എത്തുകയാണ്. വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ. അവിടേക്ക് പോകാത്ത ആരും നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ല. ആ നരകത്തിൻ്റെ മുകളിലൂടെ നമ്മൾ പോവുകയാണ്. മിന്നൽ പിണർ പോലെ പ്രകാശവേഗതയിൽ, കുതിരവേഗതയിൽ, വിമാനവേഗതയിലൊക്കെ ആ പാലത്തിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ നമ്മളെ സ്പീഡ് എന്തായിരിക്കും? കല്യാണത്തിന് ആ തക്ക സമയത്ത് എത്തുന്ന സ്പീഡ് ഉണ്ടല്ലോ, ഓട്ടോറിക്ഷയും കാറും പിടിച്ച് പോണ സ്പീഡ് അതാണോ? മസ്ജിദിൽ പോകുന്ന സ്പീഡ് അതാണോ? നല്ല കാര്യങ്ങളിലുള്ള നമ്മുടെ സ്പീഡ് അതാണോ? നമ്മൾ ആ പാലത്തിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? ആ സ്പീഡ് അങ്ങനെ പോയി 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 അവസാനെത്തിയാൽ ഒരു കാലെങ്കിലും അവിടെ എത്തണം. എപ്പോഴാണ് മോചനം? എപ്പോഴാണ് രക്ഷ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞു, ആ ഒരു കാല് സ്വർഗത്തിലെത്തുമ്പോ. അല്ലാഹുവേ അനുഗ്രഹിക്കണേ. കുറേ വഴിയുണ്ട്, കുറേ നടക്കാണ്ട്. ആ മുടിനാരേഴായി ചീന്തിയിട്ടൊന്നല്ലട്ടോ, വലിയ പാലാണ്. ആ പാലത്തിൽ കൊക്കയും കുളത്തും വഴുക്കലും അങ്ങനെയെല്ലാം ഉണ്ട്. ആൾക്കാരങ്ങനെ ഉതിർന്ന് വീണുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടാകും തൗഹീദിന്റെ ആളുകൾ. പക്ഷേ എല്ലാ തൗഹീദിന്റെ ആൾക്കാർക്കും സ്വർഗമില്ലല്ലോ. അപ്പോ വഴുതി വീണാൽ, കൊക്കയും കുളത്തുമൊക്കെ പിടിച്ചു വലിച്ചാൽ, ചെങ്ങല വലിച്ചാൽ ഒക്കെ നരകത്തിലാണ്. ഒരു കാല് എത്തണം, അപ്പോഴാണ് റാഹത്താകുക. അപ്പോഴേ റാഹത്താവുള്ളൂ, അപ്പോഴേ ഉറപ്പിക്കാവൂ. ആ ഉറപ്പ് നമുക്ക് കിട്ടുന്നത് അപ്പോഴാണ്. അതിനു മുമ്പ് ഒന്നും പറയല്ലേ. അപ്പോ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഈ സന്ദർഭങ്ങളെല്ലാം നമ്മൾ കേട്ട കാര്യങ്ങളാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് തോന്നുന്നു പോരാ. ശരി, എന്താണ് പോരായിക? തൗഹീദ് നിറഞ്ഞതാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്, ഉറുമ്പരിക്കുന്നതിനേക്കാൾ ഗോപ്യമായി ശിർക്ക് നിങ്ങളിലേക്ക് വരും. ഞങ്ങൾ ശിർക്കിയേ എന്നൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആർക്കും ശിർക്ക് വരാം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. 2, നിസ്കരിക്കാൻ നിന്നാൽ 10-1, 9-1, അങ്ങനെ പകുതി, 3-1, മുഴുവൻ എന്നൊക്കെ പറയുന്ന റസൂലുള്ളാഹി. നമ്മളെ നിസ്കാരം എത്രയാ? 10-1 9-1 പകുതി ഉണ്ടോ? 3-2 3-1 അല്ല, വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞത് ആരാ? നിസ്കാരം കഴിഞ്ഞിട്ടേ അവസാനം സലാം വീട്ടിയപ്പോ, ഇമാമ് സലാം വീട്ടിയപ്പോ ആരോ ഒന്ന് വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞോ? എന്തേ? ഓൻ വേറെ എവിടെയോ ഇന്ന്, അവള് വേറെ എവിടെയോ പോയതായിരുന്നു. അത്ര ശ്രദ്ധ പോവുക എന്നുള്ളത് അധികം ആൾക്കാർക്കും സംഭവിക്കും. വേഗം തിരിച്ചു വരണം. ദുബായിക്കൊന്നും പോകരുത് കേട്ടോ, തൊട്ടടുത്ത് തന്നെ ഉണ്ടാകണം. നിസ്കാരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അള്ളാഹ് മുമ്പിൽ വന്നിട്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും തന്നെ നിസ്കാരത്തിന്റെ ശ്രദ്ധ പോകരുത്. സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ, സൽക്കർമ്മങ്ങൾ, സുഹൃതങ്ങൾ, ചെറുതും വലുതുമായി എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഫർള് തന്നെ
എടുക്കാൻ നേരല്ല എന്ന് നമ്മൾ ദയവായിട്ട് പറയില്ല. പറയോ? ഇനി പറയോ? പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. ഇല്ല, അള്ളാഹു തന്ന സമയമാണ്. അതുകൊണ്ട് എല്ലാം നമുക്ക് കഴിയുന്നത്ര ചെയ്യണം. അല്ല, റമളാന്റെ തലേന്ന് 1446 റമളാന്റെ തലേന്ന് ഷഅബാൻ അവസാനത്തെ ദിവസം ഒട്ടുമ്മൽ സലഫി മസ്ജിദിൽ കുറെ അധികം ആൾക്കാരെ കണ്ടു എന്നാണ് ഉസ്താദുമാർ പറഞ്ഞത്. എന്തേ പ്രശ്നം? അതെന്തേ? അന്ന് 2 ബാങ്ക് ഉണ്ടായിരുന്നു. ഐസാക്ക് ഹയ്യാലസ്വലാത്ത്, പിന്നെയും ഹയ്യാലസ്വലാത്ത്, പിന്നെയും ഹയ്യാലസ്വലാത്ത്, പിന്നെയും ഹയ്യാലസ്വലാത്ത്, വരി എന്ന് പറഞ്ഞോ? ഇല്ല. പിന്നെന്തേ? അത് തറാവീഹിന് വന്നതാ. ഓഹോ, ഇശാക്ക് പുല്ല് വിലയാ, ഇശയല്ലേ വലുത് ആണ്. അതുകൊണ്ട് നിങ്ങൾ പറയേണ്ടത്, നമ്മൾ പറയേണ്ടത് ഇശ നിസ്കരിക്കാൻ പോവുക എന്നാണ്. ആ കൂട്ടത്തിൽ ഒരു സമ്മാനം തറാവീഹ്. ശരി, അന്ന് തറാവീഹും കൂടി ഉണ്ടായത് കൊണ്ട് വന്നു മസ്ജിദിൽ എന്നാണെങ്കിൽ നമ്മളെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ എന്തായിരിക്കും അള്ളാഹു കാണുന്നത്? ഞാൻ വിളിച്ചിട്ടോ വന്നില്ല. തറാവീഹ് നിസ്കരിക്കാൻ മസ്ജിദിൽ വരാൻ നമ്മളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഹയ്യാലസ്വലാത്ത് പറഞ്ഞ് നിസ്കരിക്കാൻ അള്ളാഹു വരാൻ പറഞ്ഞാണ് അല്ലേ? ആ കൂട്ടത്തിൽ ഒരു സമ്മാനം മാത്രമാണ്. അതുകൊണ്ട് തറാവീഹ് പുണ്യമാണ്. തറാവീഹ് ജമാഅത്തിൽ പങ്കെടുത്താൽ 27 ഇരട്ടി കൂലിയുണ്ട്. മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ കുത്തിബ ലഹു ഖിയാമു ലൈലത്തിൻ. തറാവീഹ് അവസാനത്തെ റക്അത്ത് വരെ നിസ്കരിച്ചാൽ ഒരു രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലിയുണ്ട്. രാത്രി എത്രയാ? മഗ്രിബ് മുതൽ സുബൈ വരെ 10.5 മണിക്കൂർ. 10.5 മണിക്കൂർ നിസ്കരിച്ച കൂലിയാണ് നമ്മളെവിടുത്തെ അലന്തറ കൈഫൊക്കെ ഉള്ളത്, ഇമാം പിരിയുന്നത് വരെ. അതുകൊണ്ട് 8 കഴിഞ്ഞിട്ട് പെരീപ്പൊന്നും വേണ്ട. കഴിയെങ്കിൽ 11 കഴിഞ്ഞിട്ട് പോയാൽ മതി. ബാത്റൂമിൽ പോകാൻ മുട്ടിക്കണമെങ്കിൽ പോയിക്കോളി, അല്ലെങ്കിൽ പോകരുത്. ഇൻഷാ അല്ലാഹ് പോകാൻ പാടില്ല എന്നല്ല പറഞ്ഞിട്ടോ, ആ കൂലി മുഴുവനായും കിട്ടാനുള്ള മാർഗ്ഗമാണ് പറഞ്ഞത്. അങ്ങനെ അപ്പൊ നമ്മൾ അന്ന് വന്നു. 1-ാമത്തെ 10 കഴിഞ്ഞ് 2-ാമത്തെ 10 ആയപ്പോത്തിന് പകുതി ആയോ? 3-ാമത്തെ 10 ആയപ്പോത്തിന് വിരുന്നുകാരൊക്കെ പോയി, വീട്ടുകാർ മാത്രമായോ? അവസാനത്തെ ദിവസം, റമളാനിലെ അവസാനത്തെ ദിവസം, അത് ചിലപ്പോൾ ലൈലത്തുൽ ഖദറാകാനും സാധ്യതയിലൊക്കെ ഉള്ള ദിവസമാണ്. പക്ഷേ ചില ആൾക്കാരൊന്നും വന്നില്ല. എന്തേ? തറാവീഹില്ലല്ലോ. അങ്ങനെയാണോ നമ്മൾ? സീസൺ ടിക്കറ്റ് ആണോ ഇത്? സീസൺ ടിക്കറ്റാ? അല്ല. അതുകൊണ്ട് നമ്മൾ ഉഷാറാകണം, ജമാഅത്തിൽ പങ്കെടുക്കണം. തഹജ്ജുദ് അതുപോലെ നിലനിർത്തണം. തറാവീഹ് തഹജ്ജുദായി നിലനിർത്തിയിട്ടുണ്ടാവും. അങ്ങ് സുബഹിന്റെ മുമ്പ് എഴുന്നേക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകരുത്. 1 മാസത്തെ ഫർള് നോമ്പ് നോറ്റ നമുക്ക് തിങ്കളാഴ്ച നോമ്പ് വിൽക്കാൻ പ്രയാസമുണ്ടോ? വ്യാഴാഴ്ച നോമ്പ് വിൽക്കാൻ പ്രയാസമുണ്ടോ? ഒരൊറ്റ നേരത്തെ ഭക്ഷണം മാറ്റി വെച്ചാൽ മതി. ഒരു നേരത്തെ ഭക്ഷണം ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഉച്ചക്കത്തത്, രാവിലത്തത് അത്താഴാക്കി കഴിക്കുക. 4 മണിക്കത്തെ ചായ വൈകുന്നേരം കഴിക്കുക, മതി. ഇന്നെന്ത് ദിവസം? ഇന്നെന്താ ദിവസം? വ്യാഴാഴ്ച നോമ്പിന്റെ ദിവസമാണ് അല്ലേ? ഒരുപാട് ആൾക്കാർ നോമ്പെടുത്തിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് തുടങ്ങാത്തവർ തുടങ്ങണം. 6 നോമ്പൊക്കെ ശരിക്കും നോറ്റില്ലേ? 13, 14, 15 ഒരു കൊല്ലം നോമ്പ് ഒറ്റ കൂലിയാണ്. തിങ്കളാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണ്. മുസ്ലിമിലെ 1162 നബി ജനിച്ച 2, നബിയായ 3, ഖുർആൻ ഇറക്കപ്പെട്ട 4, മനുഷ്യന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന 5, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന ദിവസമാണ് തിങ്കളാഴ്ച. അപ്പോ അങ്ങനെയാണ് കേറട്ടെ എന്ന് നബി. അങ്ങനെയാണ് കേറട്ടെ എന്ന്. അപ്പൊ എന്താ? തിങ്കളാഴ്ച ആകുമ്പോ ഓർമ്മ വരികയാണ് സ്വർഗത്തിന്റെ വാതിൽ തുറക്കാണ്ട്. ആ തുറക്കുമ്പോ തന്നെ ആദ്യം നമ്മള് ഇൻഷാ അല്ലാഹ് ഒന്നുമില്ലാത്ത നമ്മളും എല്ലാം തികഞ്ഞു എന്ന് പറയാവുന്ന റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാണ്, തുഫ്തഹു അബ്വാബുസ് സമാഇ ഇൻദ സവാൽ. നട്ടുച്ചയാകുമ്പോൾ സ്വർഗത്തിന്റെ വാതിൽ, ആകാശത്തിന്റെ വാതിൽ തുറക്കും. എന്നിട്ട് പിന്നെ അത് അടക്കല് എപ്പോഴാണ്? അത് നിസ്കാരം കഴിഞ്ഞിട്ടാണ്. അപ്പോ ഒരു 4 റക്അത്ത്, ളുഹറിന്റെ മുമ്പ് 4, സുബൈന്റെ മുമ്പുള്ള 2, ളുഹറിന്റെ മുമ്പ് 4, ശേഷം 4,
അസറിന് മുമ്പ് 4, മഗ്രിബിന് മുമ്പ് 2, ശേഷം 2, ഇശാക്ക് മുമ്പ് 2, ഇശാക്ക് ശേഷം 2. തഹജ്ജുദ് എപ്പോൾ ഒളുവെടുത്താലും കഴിയുമെങ്കിൽ 2 റക്അത്ത്. മസ്ജിദിൽ കയറിയാൽ തഹിയ്യത്ത്. ളുഹാ നിസ്കാരം സുബഹി കഴിഞ്ഞ് അപ്പം തന്നെ പോണ്ട, കുറച്ചു നേരം ഇവിടെ ഇരിക്കും. ഇമാം ഒരു ക്ലാസ് എടുക്കുക 5 മിനിറ്റ്. ഏറ്റവും വലിയ ഇമാമിനെ തരാ ഇവിടെ ആളില്ലെങ്കിൽ ആരാ? അമാനി മൗലവി. അമാനി മൗലവിന്റെ തഫ്സീർ ഒന്ന് വായിക്കുക. എന്നിട്ട് കുറച്ചും കൂടി കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 പ്രാവശ്യം, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി 100 പ്രാവശ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വലാ കുല്ലി ഷൈഇൻ ഖദീർ 100 പ്രാവശ്യം. അപ്പോഴത്തേന് എന്തായി? ഇസ്രാക്കായി, സൂര്യ ഉദിച്ചൊരു 1/4 മണിക്കൂർ. അപ്പൊ 2 റക്അത്ത് നിസ്കരിക്കുക. ഒരു ഹജ്ജ് ഉംറയും ചെയ്ത കൂലി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അങ്ങനെ എന്തൊക്കെയുണ്ടോ അതെല്ലാം പോരായ്മകളൊക്കെ നികത്തണം. നമ്മൾ 100 റുപ്യൻ്റെ ഒരു ഓട്ടത്തിൻ്റെ യാത്രക്ക് നമ്മൾ 100 റുപ്യ കരുതുമോ? അതല്ല 150, 200 കരുതുമോ? കരുതൂലേ? അപ്പൊ നമ്മൾ ആ കറക്റ്റ് ആക്കണ്ട, കുറച്ച് നല്ലോണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ ഈമാൻ നമ്മുടെ ജീവിതത്തിൽ എല്ലായിടത്തും വെളിച്ചം വീശണം. എന്നിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. 2ാമത്തെ ഭാഗം കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കുക. പറഞ്ഞു കൊടുക്കണം, എല്ലാം പറയണം. മകളോടും മകനോടും, മരുമകനോടും മരുമകളോടും, അളിയനോടും, എളാപ്പ, മുത്താപ്പ, അമ്മോശൻ, അമ്മായിമ്മ, ഇളച്ചൻ, മുത്തച്ഛൻ, എല്ലാവരോടും, നാട്ടുകാരോടും, വീട്ടുകാരോടും, കൂട്ടുകാരോടും. ഇപ്പോൾ പറഞ്ഞാൽ തല്ല് കിട്ടുമോ എന്നൊരു പേടി വേണ്ട. തല്ല് കിട്ടിയാൽ കഴിച്ചിലായി. പക്ഷെ നമ്മൾ കടിച്ചാപ്പറിച്ചിയാകരുത്, കീറാമുട്ടിയാകരുത്. മര്യാദക്ക് സ്നേഹത്തിൽ സംസാരിക്കണം കേട്ടോ. ദേഷ്യം പിടിച്ച് സംസാരിക്കണ്ട. നമ്മളല്ലാത്ത എല്ലാ സംഘടനകളും പറ്റപ്പോക്കാണെന്നും പറയേണ്ട ആവശ്യമില്ല. നല്ല മനുഷ്യന്മാരെല്ലാത്തിലുണ്ട്, പേടും എല്ലാത്തിലുണ്ട്. ഒറ്റ കാര്യം മറക്കണ്ട, ആ സഹാബി നരകത്തിലാണെന്ന് റസൂലുള്ള പറഞ്ഞത് മറക്കണ്ട. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കണം. നമ്മൾ മുഖേന അറിയാൻ സാധിച്ചാൽ അതിൻ്റെ കൂലി അമ്മ കിട്ടും. അതിനെന്താപ്പോൾ അള്ളാഹു തന്നത്? മൊബൈല്. ഒരു മൊബൈലാ അല്ല, ചിലപ്പോൾ 2 മൊബൈല്, ചിലപ്പോൾ 3 മൊബൈല് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് എല്ലാ ആൾക്കാർക്കും കറക്റ്റായ സന്ദേശം. കളി തമാശകളൊക്കെ വിടാം. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കളി തമാശകളൊക്കെ വിടാം, കാര്യത്തിലേക്ക് കടക്കാം. സമയം കുറവുണ്ടാകും. നമ്മൾ ഒരുപാട് കാലം മെല്ലെ നടന്നു. ഒരുപാട് നല്ല കാര്യങ്ങളിൽ നമുക്ക് വീഴ്ച വന്നിട്ടുണ്ടാകും. അതെല്ലാം പരിഹരിക്കാൻ പ്രാർത്ഥന, തൗബ, പ്രവർത്തനം. അള്ളാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകണം. നമ്മുടെ ഇന്നലെ ലോക പുസ്തക ദിനമായിരുന്നു. ഇന്നലെയാണ്. അപ്പോൾ 2 പുസ്തകങ്ങൾ ഇവിടെ, ഏതാനും കോപ്പികൾ. ദിക്റുകൾ, ദുആകൾ, ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള എല്ലാ ദിക്റുകളും ദുആകളും അറബി അറിയാത്തവർക്ക് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്, മുറിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെയുണ്ട്. 2ാമത് രോഗം, മരണം, മയ്യത്ത് കുളിപ്പിക്കൽ, കഫൻ ചെയ്യൽ, കബറടക്കം, തസ്ബീത്ത്, മറ്റു കാര്യങ്ങളെല്ലാം ഉള്ള പുസ്തകം ആവശ്യക്കാർ സംഘാടകരെ സമീപിച്ച് വാങ്ങണമെന്ന് അപേക്ഷിക്കുകയാണ്. അള്ളാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകണേ. ഈ സദസ്സിന് അള്ളാഹുവേ ബറക്കത്ത് പ്രദാനം ചെയ്യണേ. കേട്ടതെല്ലാം മനസ്സിൽ നിലനിർത്തി ലോകത്തോട് പറയാൻ അള്ളാഹുവേ അനുഗ്രഹിക്കണേ. എല്ലാ അമലുകളും ഇബാദത്തുകളും ചെയ്യാൻ ഞങ്ങൾക്ക് നീ ധൈര്യവും തൗഫീക്കും സന്മനസ്സും പ്രദാനം ചെയ്യണേ. അലസതയില്ലാതെ, അശ്രദ്ധയില്ലാതെ, അവഗണനയില്ലാതെ മുന്നോട്ട് പോകാൻ റബ്ബേ അനുഗ്രഹിക്കണേ. രോഗികളായി സദസ്സിലും വീടുകളിലും ആശുപത്രികളിലും വിഷമിക്കുന്നവർക്ക് അല്ലാഹുവേ ശിഫ നൽകണേ. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകണേ. ഈ പരിസരങ്ങളിലെല്ലാം തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും പ്രഭാഷണങ്ങൾ, ഗ്രഹയോഗങ്ങൾ എല്ലാം വെക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് ഇനിയും അവസരം നൽകണേ. ശിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും അല്ലാഹുവേ രക്ഷിക്കണേ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. السلام عليكم ورحمة الله.